ഇത് ഇതില് പ്രശ്നമേ നമ്മ ഈ ചാറ്റുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ചാറ്റ് വിൻഡോ ഓപ്പൺ ആയി വരുമ്പോ എല്ലാ ബട്ടൺസും മൂവ് ചെയ്യും. അപ്പൊ നമ്മ ചാറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യണത്. അത് ആ ക്ലിക്ക് കൊള്ളണത് ഷെയറിനായിരിക്കും. അപ്പൊ അതൊരു പണിയല്ലേ. ഉം. തുടങ്ങിയാലോ? യെസ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഓൺട്രപ്രണർഷിപ്പ് ഇൻ കേരള. അതായത് ഇതൊരു സബ്ജക്റ്റീവ് എലമെന്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഒരു പ്രോഗ്രാമർ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള എടാകൂടത്തിൽ പെടാതെ ഒരു അയാൾക്ക് പറ്റാവുന്ന അത്രയും വസ്തുനിഷ്ഠതയോടെ ചുറ്റുപാടുള്ള ഓൺട്രപ്രണർഷിപ്പിനെ ദർശിച്ചപ്പോൾ ഉണ്ടായ കുറെ അനുഭവങ്ങളും ഇതുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൽ ടെക്നോളജി ശരിക്കും ഉണ്ട്, ഒരു സോഷ്യൽ ആംഗിൾ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ അപ്പൊ ഈ സെഷനിൽ പൊതുവെ പ്രോഗ്രാമേഴ്സിനെ ഉയർത്തിക്കാട്ടുകയും ഓൺട്രപ്രണർഷിപ്പിനെ താഴ്ത്തിക്കെട്ടുന്ന മാതിരി തോന്നാം. പക്ഷേ അതല്ല എന്റെ ഉദ്ദേശം. അതായത് ഈ ദർ ആർ മെനി എന്റർപ്രണേഴ്സ് ഔട്ട് ദർ, ബട്ട് വേർ ആർ ദി എഞ്ചിനീയേഴ്സ് എന്നാണ് എന്റെ ചോദ്യം. അപ്പോ അതിനെക്കുറിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ബയാസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. സോ ഞാൻ ജനിച്ച ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അപ്പന്റെ പണി പടക്ക കച്ചവടമായിരുന്നു. ഓക്കെ. ഞാനൊക്കെ ഒരു 4ാം ക്ലാസ് ആയി കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു ജ്യൂസ് കട ഉണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഒരു ഐ വോണ്ട് സേ ബിസിനസ് ഫാമിലിയിൽ ജനിച്ചു വന്നു. ഞാൻ ജനിച്ച ഒരു ട്രേഡിംഗ് ഫാമിലിയിലാണ്. ഓക്കെ. വരവുക ചെലവുക, അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പോ ലൈക്ക് എനി അതർ പേഴ്സൺ, ഈ പടക്കം ഒരു സീസണൽ ബിസിനസ് ആയതുകൊണ്ട് ഈ വേനൽക്കാലങ്ങളിലും അമ്പ് പെരുന്നാൾ അങ്ങനത്തെ ചിലപ്പോൾ ഖുഷി ലൈഫായിരിക്കും. ജൂൺ ജൂലൈ ഓഗസ്റ്റ് എപ്പോഴും ഒക്കെ ലീൻ ലൈഫായിരിക്കും. പിന്നെ അപ്പം തുടങ്ങിയ അടുത്ത സ്ഥാപനം അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഒരു കച്ചവട മനസ്ഥിതി എന്നിൽ എംബഡഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ ചുറ്റുപാട് ഇതായിരുന്നു. അപ്പോ പക്ഷേ ആകസ്മികമായിട്ട് ഒരു ഇന്റലക്ച്വൽ അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് എടുക്കേണ്ടി വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ആകസ്മികമായിട്ടാണ് IT ഇൻഡസ്ട്രിയിൽ എത്തിയത്. അപ്പോ ഞാൻ 1993 എന്റെ കരിയർ തുടങ്ങുന്നത്. അപ്പൊ അന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അധികം ഇല്ല. അപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തുക അല്ലെങ്കിൽ ഫ്രീലാൻസിങ്, അതാണ് അന്നത്തെ ഏക വഴി. കാരണം അന്ന് ബാംഗ്ലൂരൊക്കെ വിപ്രോ, ഇൻഫോസിസ് എന്നുള്ള കമ്പനികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ ജോലി കിട്ടണമെങ്കിൽ ഐദർ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അന്ന് MCA കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ടെക്നോ പാർക്കൊക്കെ 93ലാണ്, 93ലാണ് വന്നെങ്കിൽ ഒരു പോപ്പുലർ ആയതൊക്കെ ഒരു 96 ഒക്കെ കഴിഞ്ഞു. അപ്പോ പ്രാക്ടിക്കലി സ്പീക്കിംഗ് കൊച്ചിയിൽ ഈ കമ്പനികൾക്കൊന്നും ഇതില്ല. കാരണം കൊച്ചിയിൽ വളരെ കാലത്തിന് ശേഷം 2005 ശേഷമാണ് IT ഇൻഡസ്ട്രി, അതായത് ട്രിവാൻഡ്രത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നുള്ള കുറച്ച് കമ്പനികളൊക്കെ വന്ന് ഇൻഫോ പാർക്കിന്റെ തുടക്കം 2003 and 4 ഒരു എന്താ പറയാ, കൊച്ചിയിലൊരു IT ഇൻഡസ്ട്രിക്ക് ട്രാക്ഷൻ വന്നേ. അന്ന് ഐദർ തിരുവനന്തപുരത്ത് പോവാ, ബാംഗ്ലൂർ പോവാ. അപ്പൊ എന്റെ കേസിലാണെങ്കിൽ 97 ഞാൻ തിരുവനന്തപുരത്തേക്ക് ടെക്നോ പാർക്കിൽ പോവുക ചെയ്തേ. അപ്പോ ബേസിക്കലി ബിറ്റ്വീൻ ദ 1993 and 96, ഓക്കെ, അൺടിൽ ഞാനൊരു ജോബ് സ്ഥിരമായിട്ട് ജോബിന് പോകാൻ 96 ഏപ്രിലാണ് തീരുമാനിച്ചത്. അപ്പൊ ഏകദേശം ഒരു 3 കൊല്ലത്തോളം ഞാൻ മറ്റേ കൺസൾട്ടിങ് പ്രോഗ്രാമർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഫ്രീലാൻസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അതിൽ നിന്നാണ് ഈ കുറെ വർക്ക് കിട്ടിയ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പൊ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഞാനൊരു ഫെയിൽഡ് എന്റർപ്രണർ ആണെന്ന് ഞാൻ ആദ്യമേ കൺസിഡർ ചെയ്യുന്നു. വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഞാൻ മെഷീനൊക്കെ വാങ്ങിച്ച് വർക്കൊക്കെ തുടങ്ങി, കുറച്ച് വർക്കൊക്കെ പിടിച്ചെങ്കിലും അന്ന് ഒരു സ്ഥാപനം നടത്താനുള്ള പൈസ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ ഫോക്കസ് മുഴുവൻ പ്രോഗ്രാമിങ്ങിന്റെ ന്യൂവാൻസസിലോട്ട് തിരിക്കുകയും C++ലും പിൽക്കാലത്ത് വിൻഡോസ് പ്രോഗ്രാമിങ്ങിലൊക്കെ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കി. അയാളുടെ വെരി ഗുഡ് കരിയർ. ഓക്കെ. അപ്പോ ഈ ചെറുപ്പത്തിലെ കച്ചവടത്തിന്റെ ഒരു അസ്ഥിരതയും പിന്നെ ഒരു
ഈ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി മെഷീൻ വാങ്ങിക്കുകയും അത് കഴിഞ്ഞിട്ട് കുറെ വർക്ക് ചെയ്തിട്ടും അധികം അതിലും എക്കണോമിക്കലായിരുന്നു ജോലിക്ക് പോകുന്നത് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഇതിലോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് അറ്റ് ടൈംസ് ഒക്കെ ഞാൻ ഇതിലോട്ട് വന്നെങ്കിലും ഓണ്ടർപ്രണർഷിപ്പ് അത്ര ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന അത്രയും വലിയൊരു കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ നല്ല ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്നെ മാതിരി വിൽഫുള്ളി, അതായത് പ്രോഗ്രാമിങ്ങിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് അല്ലെങ്കിൽ ടെക്നോളജിയിൽ സ്റ്റിക്ക് ചെയ്യുന്നവരെ മുടി നരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ തുടങ്ങിയില്ലേ, അതായത് ഒരു സോഷ്യൽ ഉപദ്രവമാണ്. വൈ ആർ യു നോട്ട് സ്റ്റാർട്ടിങ് യുവർ സെൽഫ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്. അത് എനിക്ക് തോന്നുന്ന സൊസൈറ്റിക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണെന്നൊക്കെ, സൊസൈറ്റിയിലെ അവരുടെ മക്കൾക്കൊക്കെ ജോലി കിട്ടാൻ വേണ്ടി ആൾക്കാർ മറ്റുള്ളവരെ പ്രഷറൈസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു 95 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും, അതായത് അത്യാവശ്യം അന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, സ്വാശ്രയ കോളേജ് ബില്ലൊന്നും പാസ്സായിട്ടില്ല. അന്ന് എന്താ പറയുക, എഞ്ചിനീയറിംഗിന് കേരളത്തിൽ ആകെ 2000 സീറ്റേ ഉള്ളൂ. ഈ 2000 സീറ്റ്, അപ്പൊ അത്രയും എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കുറെ പോളിടെക്നിക്കാരുണ്ട്. പോളിടെക്നിക്കാരെ ജോലിക്കെടുക്കുന്ന ഒരു സംസ്കാരം കൊണ്ടുവന്നത് കേരളത്തില് നെസ്റ്റ് എന്നുള്ള ഒരു കമ്പനിയാണ്. അതിനു മുമ്പ് അതൊക്കെ ഒരു 96 ഒക്കെ ആയി അവരങ്ങനെ ഒരു പോളിസി തുടങ്ങിയതിന് മുമ്പ്. അതിനു മുമ്പ് ഈ കൊച്ചിയിൽ ഒരു 1987-85 മുതൽ തന്നെ ഒരു ഇൻഡിജിനസ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. അതായത് ഫോക്സ് സ്പേസ്, ഫോക്സ് പ്രോ, ക്ലിപ്പർ. അതില് എന്താ പറയുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇൻവെന്ററി, പാക്കേജ് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യവസായം തന്നെ ഉണ്ടായിരുന്നു 10 കൊല്ലത്തിൽ. അതിന്റെയൊക്കെ ഒരു ഫാഗ് എൻഡിലാണ് ഞാനും എൻ്റെ ഒരു അക്കൗണ്ടിങ്, പാക്കേജ്, ഇൻവെന്ററി, പേറോള് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ വിത്ത് ക്ലിപ്പർ. അപ്പൊ അതൊന്നും ഈ ചെറിയ ചെറിയ കമ്പനികൾ, അപ്പൊ അന്നൊരു പീകോക്ക് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു കൊച്ചിയില്. ഓക്കെ, അപ്പോ അന്ന് പ്രാക്ടിക്കലി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടണം. അന്ന് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ, സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഒരു ഇന്ത്യൻ പശ്ചാത്തലമുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നെസ്റ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1995. അപ്പോൾ അതിന് മുമ്പ്, നെസ്റ്റ് തുടങ്ങണേക്ക് മുമ്പ്, ഈ നെസ്റ്റ് വാസ് നോട്ട് സ്റ്റാർട്ടഡ് ബൈ ദി കറന്റ് മാനേജ്മെന്റ്. അതിന് മുമ്പ് അത് ER&Dസിലെ കുറച്ച് ടെക്നോക്രാറ്റ്സ് തുടങ്ങിയ ഒരു കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് ജാവദസ് എന്നൊരു പുള്ളി വാങ്ങിക്കുക ചെയ്യുന്നത്. അപ്പൊ കേരളത്തിൽ നിന്നൊരു ഒരു എന്താ പറയാ, ഒരു ആദ്യമായിട്ടൊരു ഇൻഡിജിനസ്ലി ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനി നെസ്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മുമ്പ് കേസ് കൺസൾട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ടെക്നോ പാർക്കിൽ ഉണ്ടെന്ന് അറിയാം. അന്ന് ഒരു ലാലാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് ഈ CView അങ്ങനെ കുറെ, അതായത് IT എനേബിൾഡ് സർവീസസിൽ 90കളിൽ തന്നെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിരലുണ്ടാവുന്ന ഓണ്ടർപ്രണേഴ്സേ അന്നുള്ളൂ. ഓക്കെ, അതായത് IT ഓണ്ടർപ്രണർഷിപ്പിന്റെ കേസിലാണ്. അപ്പൊ ഒരു ഇപ്പൊ ലാലാജിയും അവരൊക്കെ കുറച്ചുകൂടി വളരെ വെറ്ററൻസ് ആണ്. അവർ അവരുടെ മേഖലകളൊക്കെ തെളിയിച്ച്. ജാവദാസിന് ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു, ഹു മൈഗ്രേറ്റഡ് ടു US. അന്ന് ഏകദേശം 25 years മുമ്പ് പോയിട്ടുള്ള ആളാണ്. നൗ ഹി മൈറ്റ് ബി മോർ ദാൻ 55 years US-ലുള്ള ഒരാളാണ്. അപ്പോ നെസ്റ്റ് ഒരു വലിയ നെയിമായിരുന്നു. അതാണ് ഇത് തന്നെ. പിന്നെ അടുത്തൊരു വേവില് വന്ന ഒരു കുറച്ചുകൂടി ഒരു നോട്ടബിൾ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IBSന്റെ VK മാത്യൂസ് ആണ്. പുള്ളി 1997 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മേജർ കേരള ഇനിഷ്യേറ്റീവ് വന്നത്, മറ്റേ അത് 1000 പേര് കൂടുതലുള്ള കമ്പനികൾ ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത കാര്യം പറഞ്ഞത് വന്ന ഒരു കമ്പനി UST ഗ്ലോബലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 95 നെസ്റ്റ്, 97 മറ്റേ എന്താ പറയാ IBS, 99 UST ഗ്ലോബൽ. അപ്പൊ UST ഗ്ലോബല് വന്നപ്പോ ഒരു വലിയൊരു ലിമീസിനുള്ള ഈ മേനോൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു കാറിൽ വന്ന് ഇറങ്ങുകയും ആ കാറ് കണ്ടിട്ട് ഞെട്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന, അത് ഇറ്റ് വാസ് ടോക്ക് ഓഫ് ദി ടൗൺ ബാക്ക് ദെൻ. പക്ഷെ അതിനിടയ്ക്ക് സൺടെക് എന്നുള്ള ഒരു കമ്പനി ഉണ്ട്. ദാറ്റ് വാസ് ആക്ച്വലി, അതിപ്പോ ഒരു വലിയൊരു നെയിമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന, ഈ പ്രാക്ടിക്കലി തിരുവനന്തപുരത്ത് ER&C, കെൽട്രോൺ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിക്ക കമ്പനികളും തുടങ്ങിയത്. കേസ് കൺസൾട്ട് വാസ് റണ്ണിങ് റീസണബിളി വെൽ. പിന്നെ അങ്ങനെ SDS സോഫ്റ്റ്വെയർ, അങ്ങനെ കുറച്ച് കമ്പനികൾ ടെക്നോ പാർക്കിലുണ്ട്. ഇൻഫോ പാർക്ക് അന്ന് എക്സിസ്റ്റൻസിലില്ല. നെസ്റ്റിന് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിവിഷൻ ട്രിവാൻഡ്രത്തായിരുന്നു. അവർക്ക് കൊച്ചിയിൽ ഒരു ഇതില്ല. അപ്പൊ കൊച്ചിയിൽ ഒരു പീകോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൈക്രോ ഒബ്ജക്ട്സ് എന്നുള്ളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ അതൊരു നല്ലൊരു ഓണ്ടർപ്രണർഷിപ്പ്. ആ കമ്പനി ഇപ്പോഴും എക്സിസ്റ്റൻസിലുണ്ട്. പിന്നെ ഒരു
അവനീർ എന്നുള്ളൊരു കമ്പനി ഒക്കെ ദേ മേഡ് സം ബസ് ഫോർ ഒരു ഡെക്കേഡ് ഒക്കെ അവരന്ന് വന്നപ്പോൾ വിഷ്വൽ സി പ്ലസ് പ്ലസിൽ കൺട്രോൾ എഴുതുന്നു. അപ്പൊ ഈ ഒരു എന്താ പറയാ നൗസ് ഇൻഫോസിസ്റ്റം ഓക്കെ അതിപ്പോഴും ഉണ്ട് ആ കമ്പനി. പക്ഷെ ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ കൊച്ചിൻ. പക്ഷെ അവര് ബാംഗ്ലൂരിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ഇയർ 2002 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ജനറേഷൻ ഇപ്പൊ 95-ലൊക്കെ കരിയർ തുടങ്ങിയവര് ഓണ്ടർപ്രണർഷിപ്പിലോട്ട് വന്നു തുടങ്ങിയത്. അപ്പോ അന്നൊരു ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒരു പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംബഡി ഫ്രം ഒരു മിഡാസ് ടച്ച് ഉള്ള ഒരു എക്സ്പാട്രിയേറ്റ് വന്നം നമ്മുടെ നാട്ടിലൊരു ടെക്നിക്കൽ പേഴ്സൺ ആയിട്ട് ചേർന്നിട്ട് കമ്പനി തുടങ്ങി. അങ്ങനെയുള്ള കമ്പനികളെ വിജയിക്കുള്ളൂ. അപ്പോ ബൈ 2005 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും മൾട്ടിനാഷണൽസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേയ്മെന്റ് എംപ്ലോയി കോസ്റ്റ് കൂടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കേരളത്തിൽ കമ്പനി തുടങ്ങാൻ ഒരു എന്താ പറയാ ഗറാജ് എന്റർപ്രണർഷിപ്പിന് തുടങ്ങാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈവൻ നൗ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ് ഒരു ഈ എന്താ പറയാ ഇപ്പൊ ബൂട്ട് സ്ട്രാപ്പ് ചെയ്തൊരു കമ്പനി തുടങ്ങിയത് വളരെ കുറവാണ്. പിന്നെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് കൾച്ചർ ഒക്കെ വന്നപ്പോ കമ്പനിയുടെ ഫണ്ടിങ് പാറ്റേണിനൊക്കെ മാറ്റം വന്നു. ഒരു ടോപ്പ് ഡൗൺ ഓണ്ടർപ്രണർഷിപ്പിലോട്ട് പണ്ടത്തെ മാതിരി ഒരു ഗറാജ് ഓപ്പറേഷൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ഒന്നും ഇതില്ല. പിന്നെ കണക്ഷൻസ് ഉള്ളവർക്കൊക്കെ കമ്പനി തുടങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോ കുറെ കമ്പനികളുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല കാരണം അതിന്റെ ഒത്തിരി സെൻസിറ്റീവ് മാറ്റർ ആയിരുന്നു. അപ്പോ ഒരു 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 2010 ആയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഞാനൊരു 1997, 2007, 2017 3 കാലഘട്ടങ്ങളിലായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എവല്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതായത് 90s തിരുവനന്തപുരം വാസ് ആക്ച്വലി ഒരു കുറെ നല്ല ടെക്നിക്കൽ ഞാൻ ഇപ്പോഴും പറയാം ഒരു ട്രിവാൻഡ്രത്തിന് കൊച്ചിയുടെ മുകളിലൊരു ഒരു ഡെക്കേഡ് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഈ കൊച്ചിയിലെ മിക്ക കമ്പനികളും ഈ ബിസിനസ് സോഫ്റ്റ്വെയറും ഒരു ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന കമ്പനികൾ കൊച്ചിയിലും പിന്നെയൊക്കെ വന്നത്. ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഈ എന്താ പറയാ സോഫ്റ്റ്വെയർ സർവീസസിൽ ഒരു IMR എന്തെങ്കിലും ഒരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. IMR ഗ്ലോബലോ അവര് കൊച്ചിയിൽ വന്നിട്ട് അവരുടെ ട്രിവാൻഡ്രത്ത് നിന്ന് അവരുടെ ഓപ്പറേഷൻ ഒക്കെ 90s സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാരാണ് പിൽക്കാലത്ത് UST ഗ്ലോബൽ അങ്ങനെ മിക്ക സ്ഥലത്തും മാനേജേഴ്സ് ആയ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മിക്ക ഓണ്ടർപ്രണർഷിപ്പ് ഇനിഷ്യേറ്റീവിന്റെയും പുറകില് ഒരു ടെക്നോക്രാറ്റ് ഇൻവെസ്റ്റർ ഉണ്ടാവും ഫ്രം US, UK ഓർ മിഡിൽ ഈസ്റ്റ് ഓർ ഫോർ ദാറ്റ് മാറ്റർ. ഇതിനെ പിന്നെ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പിന്നെ കുറെ കഴിഞ്ഞപ്പോ എംപ്ലോയീസിനെ ഇപ്പോ എന്താ പറയാ ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് ഹബ് ആയിക്കുമ്പോൾ ബിഗസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഒരു ടീം ബൂട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ഒന്നിനോ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡല് കമ്പനി വരുന്നു, ഇല്ലെങ്കിൽ എന്താ പറയാ ഈ എംപ്ലോയീസിനെ ചാടിച്ചിട്ട് പുതിയ ഓപ്പറേഷൻ നടന്നു. അങ്ങനെ തുടങ്ങിയ കുറെ കമ്പനികളും എനിക്കറിയാം. അപ്പൊ ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ പുറകിലൊക്കെ കണക്ഷൻസും ഇതുകൊണ്ട്. അപ്പൊ ഒരു ഫിയർസ്ലി ഇൻഡിപെൻഡന്റ് പേഴ്സണായ ഞാൻ, ഒരു ടെക്നിക്കൽ പേഴ്സണായ ഞാൻ, എനിക്കൊരിക്കലും ഓക്കെ ബിക്കോസ് ഓഫ് മൈ സാഹചര്യം എനിക്ക് എൻ്റെ എന്താ പറയാ വ്യക്തിത്വം അല്ല എന്റെ ആ ഫ്രീഡം കളയാൻ ഞാൻ തയ്യാറല്ല. കാരണം എപ്പോഴും എനിക്ക് മനസ്സിലായി ഓണ്ടർപ്രണർഷിപ്പിന്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു ക്യാച്ച്. അപ്പോ എന്റെ സ്ഥാനത്തൊരു ഇന്റലക്ച്വൽ ലൈഫും ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ കുറെ സെമി റിട്ടയർമെന്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യകാലങ്ങളിൽ എന്റെ ഫ്രണ്ട്സ് ഈവൻ ഞാൻ പോലും ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ബാലൻസ് വിടുമ്പോൾ പേപ്പർ ഇടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഞാനൊരു ഇപ്പൊ ഈ 31 കൊല്ലത്തിന് ഒരു 6-7 കൊല്ലം ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഈ പാറ്റേൺ കാരണം എനിക്ക് നല്ലൊരു കാരണം ബിസിനസ് മാനേജ്മെന്റിലൊക്കെ പ്രശ്നം അതിൽ ട്രെയിൽ ചോദിക്കും, അക്കൗണ്ടബിലിറ്റി ഫാക്ടർ, അങ്ങനെ 100 കൂട്ടം ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ ഇഫ് യു വാണ്ട് ടു മേക്ക് എ ഫോർച്യൂൺ നിങ്ങളൊരു എന്താ പറയാ ഐഡിയയുടെ പുറത്തൊന്നും ആരും വലിയ ബിസിനസ് ആയിരുന്നതായിട്ട് എനിക്കറിയാം. ഐഡിയയുടെ പുറത്തുണ്ടെങ്കിൽ യു വിൽ ആക്ച്വലി കൺസീവ് തിങ്സ് ആൻഡ് യു വിൽ റൈറ്റ് കോഡ്, യു വിൽ ഹാവ് സം കൈൻഡ് ഓഫ് എൻ എപ്പിസ്റ്റമിക് ബ്ലിസ്. അല്ലാതെ അപ്പൊ കുറെ കഴിഞ്ഞ് ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഉപദ്രവം ഒരു വലിയൊരു പ്രശ്നമായി മാറി. കാരണം എന്റെ ചോയ്സ് ആണ്. അപ്പൊ ഞാൻ പുതിയ തിയറിയൊക്കെ ഉണ്ടാക്കും. അതായത് കോഡ് ചെയ്യാൻ അറിയാത്തവര് മാനേജർ ആവുന്ന മാതിരി, കരിയറിൽ അധികം ഗ്രോത്ത് കാണാത്തവര് കമ്പനി തുടങ്ങും. അപ്പൊ ഇനി അവരുടെ കാര്യത്തെ കുറിച്ചൊന്നും പറയരുത്.
പിന്നെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എലോൺ മസ്കിന്റെ കാര്യവും നാരായണമൂർത്തിയുടെ കാര്യമൊക്കെ പറയും. അത് വ്യാപാരികളെ കൊണ്ടുവരുന്ന എന്തിനാണ്. അപ്പൊ അങ്ങനെ ഞാനും ഈ ഓണ്ടർപ്രണേഴ്സായിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം അവരെന്റെ ഫ്യൂച്ചർ എംപ്ലോയേഴ്സ് ആയിരുന്നു. ഞാൻ അവരായിട്ട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഓണ്ടർപ്രണേഴ്സിനെ കാണിച്ച് മറ്റ് പ്രോഗ്രാമേഴ്സിനെ ഇകഴ്ത്തുന്നത് ഞാൻ കണ്ടപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ ഈ ഓണ്ടർപ്രണേഴ്സിനെ ക്രിട്ടീക്ക് ചെയ്യാനും അതിനെക്കുറിച്ചൊക്കെ തുടങ്ങിയത്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോ ബാർ ക്യാമ്പ് അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേദി കിട്ടിയ പശ്ചാത്തലത്തിൽ ഞാനൊരു പർട്ടിക്കുലർ ബാർ ക്യാമ്പിൽ 2016 തോന്നുന്നു 7 ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെന്നാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോ ഇപ്പൊ എന്റെ ഇതില് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മിക്ക ആൾക്കാരും ഐ ടി ഇൻഡസ്ട്രിയിലോട്ട് കാല് വെക്കുന്നത് ഒരു ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. ഒരു തൊഴിൽ എന്ന രീതിയിൽ എല്ലാവരും അവിടെ വരുന്നു. അവിടെ വരുമ്പോൾ നമ്മൾ പോയ കമ്പനികളും നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് വർക്കും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പക്ഷെ ബ്രോഡ്ലി 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് SME സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ടെമ്പർമെന്റ് ഉള്ള ആൾക്കാരും, ചില ആൾക്കാർ ഇന്റഗ്രേറ്റർ ടെമ്പർമെന്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ടെമ്പർമെന്റ് ആണ് എനിക്കുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തില് ഉത്സവത്തിന്റെ കമ്മിറ്റിയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു വഞ്ചി ട്രിപ്പ് അറേഞ്ച് ചെയ്യാനോ ബൈക്ക് ട്രിപ്പ് ഒക്കെ അറേഞ്ച് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഒരു ബൈ നേച്ചർ ഒരു ഇൻട്രോവേർട്ട് ബിഹേവിയർ ഉള്ളതുകൊണ്ട് മറ്റേ എന്താ പറയാ ഒരു SME ആവുന്നതാണ് എനിക്ക് താല്പര്യം. എന്ന സ്ഥാനത്ത് ചില ആൾക്കാർക്ക് കുറച്ച് ലോകം സ്ഥൂലമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ പൊതുവെ ഒരു ഇന്റഗ്രേറ്റർ ടെമ്പർമെന്റ് ഉള്ളവർ, എക്സ്ട്രോവേർട്ട് എന്ന് വിളിക്കുന്ന, ചിലപ്പോ പല ഇൻട്രോവേർട്സ് ബൈ ടെമ്പർമെന്റ് എക്സ്ട്രോവേർട്ടുമാരി അഭിനയിക്കുന്നതൊക്കെ കാണാം. പിന്നെ ഇവൻച്വലി എല്ലാ ആൾക്കാരും ടെക്നോളജിയിൽ നിന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് പീപ്പിൾ ഇഷ്യൂസ് കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വഴി പീപ്പിൾ ഗെറ്റ് ബെറ്റർ എന്താ പറയാ പീപ്പിൾ ഇഷ്യൂസ് ആസ് വെൽ ഈവൻ ഇഫ് ദേ ആർ എന്താ പറയാ ടെക്നിക്കൽ ഇൻ ദർ ടെമ്പർമെന്റ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്പനി ലൈക്ക് വിപ്രോ, UST ഗ്ലോബൽ ആൻഡ് TCS, അവിടെയുള്ള എല്ലാ ടെക്കുകളും ഫേസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടെക്നോളജിയിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ദേ വിൽ ഡു എ ലോട്ട് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്. അറ്റ് സം പോയിന്റ് ഇൻ ടൈം ആ കമ്പനിയിൽ അവർക്ക് പിടിച്ചേക്കണം എന്നുണ്ടെങ്കിൽ വാല്യൂ ചെയിനിൽ മുകളിൽ പോയാൽ മതിയാവും. അപ്പൊ അങ്ങനെ ഈ പല ആൾക്കാരും മാനേജ്മെന്റിലോട്ട് പോയിട്ട് പിന്നെ ആ ക്യാപ്റ്റീവ് ഓപ്പറേഷൻ ഇൻഡിപെൻഡന്റ് ഓപ്പറേഷൻ ആകുമ്പോൾ CEO ആയിട്ടുള്ളതും അങ്ങനെയുള്ള കുറെ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പോ മിക്ക ആൾക്കാരും അങ്ങനെ ആണ് ഇപ്പൊ എന്താ പറയുക ഒരു ബിസിനസ് സർക്കിൾസിലൊക്കെ പേരൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അറ്റ് സം പോയിന്റ് ഇൻ ടൈം പിന്നെയാണ് 2005 കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ റവല്യൂഷൻ വരികയും നല്ല ഇതൊക്കെ ആൾക്കാർ സ്മാർട്ട് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഒക്കെ പെട്ടെന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവർ പോയി IIM-ലോ അവിടെയൊക്കെ പോയി പഠിച്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലോട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തുടങ്ങി. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എന്താ വെച്ചാൽ സോഷ്യൽ സ്കിൽസ് ഇല്ലാത്തവര്, മറ്റേ എന്താ പറയാ ഒരു ജനറേഷൻ പുറകിലുള്ള ആൾക്കാർ പ്രോഗ്രാമറായി തുടങ്ങിയിട്ട് അപ്പൊ ഒരു പ്രോഗ്രാമറായിട്ട് നിൽക്കുക. പിന്നെ ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രിയിൽ ബഗ്ഗുകൾ വന്ന് ഒരു എൻട്രി ലെവൽ ഡെവലപ്പറിന്റെയും ഒരു ടീം ലീഡിന്റെയൊക്കെ ജീവിതം കട്ടപ്പൊകയായ സാഹചര്യത്തിൽ എൻ്റെ ഒരു വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ ബിക്കെയിം അൺലസ് യു വർക്ക് ഇൻ എ സ്മോൾ കമ്പനി പ്രോഗ്രാമിംഗ് ജീവിതം പീഡനമാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഈ 7 ക്ലാസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെന്നാണ് എന്താ പറയാ ഞാൻ കണ്ടെത്തിയത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊരു ഇതെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? സോഫാർ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഏകദേശം ശരത്ത് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ എന്തെങ്കിലും ഉണ്ടോ? IT ഫീൽഡിലുള്ള കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്. IT അങ്ങനെ എല്ലാത്തതുകൊണ്ട്, കാരണം ഇപ്പൊ ഇപ്പൊ ഓണ്ടർപ്രണർഷിപ്പിന് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, നമ്മൊരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആയില്ലേ? കൺസൾട്ടിങ് കൾച്ചർ ഇല്ലല്ലോ. നമ്മള്
പറഞ്ഞു. അല്ല പറഞ്ഞു അല്ല ഞാൻ അല്ല സാറ് നേരത്തെ പറഞ്ഞതായിട്ട് റിലേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇവിടെ പറ്റിയത് വാല്യൂ ചെയിന്റെ ലീഫ് എൻഡിലായി പോയി. നേച്ചർ ഓഫ് വർക്ക് വാല്യൂ ചെയിന്റെ സെന്ററിൽ ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ മൃദാൽ പറഞ്ഞതായിട്ട് കൗണ്ടർ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ കൺസൾട്ടിങ് കൾച്ചർ ഇല്ല, കമ്പനിയോടെ അസോസിയേറ്റ് ചെയ്തിട്ടേ വർക്കുള്ളൂ. പറഞ്ഞു. അല്ലല്ല, ഈ കൺസൾട്ട് അത് ഒരു ചോദ്യമാണത്. സി, അവിടെയാണ് ഇതിന്റെ പ്രശ്നമാണ്. ഇപ്പോ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഹാഫ് ദ കോമ്പൻസേഷന് ഫുൾ ടൈം വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ടൈം കോമ്പൻസേഷന് ഹാഫ് ദ വർക്ക് ചെയ്യാം. ഏത് ചൂസ് ചെയ്യും? ഫുൾ ടൈം കോമ്പൻസേഷന് ഹാഫ് വർക്ക് ചെയ്യണല്ലേ ലാഭം. പക്ഷെ അതിന് ഗട്സ് വേണ്ട ആൾക്കാർക്ക്. അത് വേണം. അതെ അതെ. അപ്പൊ എന്താ പറയാ, അതാണ് അതിന്റെ ഒരു പ്രോബ്ലം വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഞാൻ അതാ എടുത്തെടുത്തത്, ഹാഫ് ദ ഇതിന്. പക്ഷെ അത് ഒരു നല്ല ധൈര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ഈ ഞാൻ എപ്പോഴൊക്കെ മറ്റേ വെക്കേഷൻ എടുത്തിട്ടുണ്ടോ, പിന്നെ അവിടെ നിന്ന് തിരിച്ചു കയറുമ്പോ പഴയ കോമ്പൻസേഷൻ ഒന്നും കിട്ടുമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ആ സമയത്ത് ഞാൻ കോമ്പൻസേഷന് മറ്റേ പുതിയ ടെക്നോളജിയോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഏരിയയിൽ വർക്ക് എടുക്കും. അല്ലെ, ഇവിടെ കിട്ടിയ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ എന്താ പറയാ .NET-ല് ഏർലി ബേർഡ് ആയത് അങ്ങനെയാ. പിന്നെ മൊബൈൽ ഡെവലപ്മെന്റിൽ ഞാൻ ആയത് അങ്ങനെയാ. അങ്ങനെ ഗ്രാഫിക്സ് പ്രോഗ്രാമിങ്, അങ്ങനെ പല സ്ഥലത്തും എനിക്ക് പിൽക്കാലത്ത് ഡിസൈസീവ് ആയിട്ടുള്ള സ്കിൽസ് കിട്ടിയത് ഈ കോമ്പൻസേഷൻ ട്രേഡ് ചെയ്തിട്ട് എക്സ്പീരിയൻസിന് വേണ്ടി ചെറിയ കമ്പനിയിലോട്ട് ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു കയറാൻ നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നിശ്ചിത കാലം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എന്റെ പഴയ കോമ്പൻസേഷനും പഴയ കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയി വർക്ക് ചെയ്ത് തിരിച്ചു വന്ന കൊച്ചിയിലും കോമ്പൻസേഷൻ കൂടുന്നതായിട്ട് കാണാം. അപ്പൊ ഇന്നും എനിക്കൊരു എന്താ പറയാ, കൊച്ചിയിലെ ആവറേജ് പ്രോഗ്രാമേഴ്സിന്റെ 2x അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 അല്ലെ, ബെസ്റ്റ് പ്രോഗ്രാമേഴ്സിന് കിട്ടുന്ന കോമ്പൻസേഷൻ 1.5x to 2x എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അൺടിൽ 2019. ശ്രീജിത്തിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, ശ്രീജിത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ററപ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം, ചാറ്റ് ഇടരുത്. അതെ, അങ്ങനെ ഇത് അതിനുള്ള തിരിഞ്ഞു നോക്കൂല. ഇല്ല, ഞാന് എന്റെ വാവക്ക് അറിയണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ്, അതായത് വാല്യൂ ചെയിനിൽ ഇപ്പൊ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അറിയില്ലല്ലോ എന്താണ് വാല്യൂ ചെയിൻ. ആ ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാമായിരുന്നു. ഇത് പ്രസിദ്ധി പറഞ്ഞല്ലോ, അതായത് നമ്മൾ വാല്യൂ ചെയിനിൽ ടോപ്പ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ അത് മേളിൽ കയറാൻ നോക്കും. പക്ഷെ ഒരു ഭൂരിഭാഗം ആൾക്കാർ, ഒരു 10% ആൾക്കാരെ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ. ബാക്കിയുള്ള 10% ആൾക്കാർ നമ്മൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ പോലെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകും. ആ ഒരു കൾച്ചർ ഉണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പെർസ്പെക്ടീവ്സ് ഉണ്ടോ, അതാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അതിനൊരു വേറൊരു കാര്യമുണ്ട്. ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊക്കെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിദേശത്ത് പോണത് ബെറ്റർ വർക്ക് തേടിയിട്ടല്ല. അവര് പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫോർ സം റീസൺ ദേ ഫീൽ ദാറ്റ് ദേ ക്യാൻ ഡു ടെക്നിക്കൽ വർക്ക് ഈവൻ അപ് ടു 60. മനസ്സിലായില്ലേ? ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു ബിഫോർ 2000-ലൊക്കെ ആണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാനേജർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ സ്ഥാനമില്ല. പിന്നെ അത് 10 കൊല്ലമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക്നോളജിയിൽ അത്രയ്ക്കൊരു എന്താ പറയാ ബാൾക്കനൈസേഷൻ ഉണ്ടായപ്പോ ആർക്കിടെക്ട്, സൊല്യൂഷൻ ആർക്കിടെക്ട്, അങ്ങനെ കുറെ പൊസിഷൻസ് ഒക്കെ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു ടെക്നിക്കൽ കരിയർ പാത്ത് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പേരിനെങ്കിലും കിട്ടി തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, 90% ഓഫ് ദി പ്രോഗ്രാമേഴ്സ് ഫ്രം കേരള who went abroad are average programmers and they are doing average programming and leading an average life. അത് അപ്പൊ ആ ഫിനോമിനെ കുറിച്ച് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ 90-കളില് ഈ അത്യാവശ്യം C++ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാത്ത ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്റെ കാലഘട്ടത്തിൽ. ഇവിടെ കിട്ടിയ അല്ലേ? അപ്പൊ എനിക്ക് എന്താ പോകാൻ പറ്റുക? ഞാൻ ഒരു കോളേജ് റിപ്പോർട്ടായിരുന്നു. അപ്പൊ എനിക്ക് H1B കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിന് കോമൻസ്, ഇപ്പൊ ആൾക്കാരൊക്കെ അമേരിക്കയിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ, അത് പിന്നെ ഭാഗ്യത്തിന് ഫേസ്ബുക്ക് ഒന്നും ഇത്രയും പോപ്പുലർ അല്ല. ഈ ആൾക്കാര് ഇത് കാണിക്കുമ്പോ ഒരു ലോക്കൽ ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ ഞാൻ കമ്മ്യൂണിറ്റി ഇവന്റുകളിലൊക്കെ പോയി സംസാരിക്കാൻ തുടങ്ങി, കോളേജുകളിലും സ്കൂളിലൊക്കെ.
അപ്പൊ എനിക്കപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ചെയിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അത്ര ഡിഫിക്കൽട്ടി എന്റെ കേസിൽ വന്നില്ല. ശ്രീത് കിട്ടിയ അതായത് പിന്നെ ബാംഗ്ലൂർ പോകണം. എനിക്ക് ഡെമോഫോബിയ ഉണ്ട്, ഫിയർ ഓഫ് ക്രൗഡ് ഉണ്ട്. അപ്പൊ ഞാൻ ബാംഗ്ലൂർ ഫൈനലി ഞാൻ 2005 ഞാൻ വർക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ബാംഗ്ലൂർ ഓഫീസ് ഉള്ളത് കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ബാംഗ്ലൂരിലോട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് 2004. ഓക്കെ, ഞാൻ അവിടെ ഒരു 11 മാസേ ഇത് ചെയ്തുള്ളൂ. ഞാൻ തിരിച്ചു വരിക ചെയ്തു. പിന്നെ ഞാൻ പോയത് 2011-12 ഈ 2 തവണയാണ് ഞാൻ ബാംഗ്ലൂർ പോയത്. അപ്പോ ഈ ബാംഗ്ലൂരൊക്കെ പോകുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൗഡാണ്. പിന്നെ അറിയാലോ, ഈ പുതിയ സ്പെഷ്യലൈസേഷനും മറ്റേതൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഫോർ സം റീസൺ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാല് ടെക്നോളജി ആൾക്കാര് അവര് തന്നെ കൺസിഡർ ചെയ്യുന്നു. വക്കീലന്മാര്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഹെവി എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ മറ്റേ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെക്കാൾ മുകളിലുള്ള ഒരു പ്രൊഫഷനാണ് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു വിധേയത്വം കാണിക്കുന്ന ഒരു കൾച്ചറും കൂടി പ്രോഗ്രാമേഴ്സിന്റെ ഇടയിലേക്ക് വന്നത്. അത് അതിന്റെ ഒരു തിയറി എന്റെ എന്താന്ന് വെച്ചാൽ സ്വാശ്രയ വിദ്യാഭ്യാസ കോളേജിൽ നിന്ന് മാസമായിട്ട് ഗ്രാജുവേറ്റ്സ് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആണ്. അതിന് മുമ്പ് IT പ്രൊഫഷണൽസ് ഇതിലും 2005-06 ഫസ്റ്റ് ബാച്ച്, 2005 ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നത്. അപ്പൊ അതാണ് എന്റെ ഒരു തിയറി. അപ്പൊ എന്താ വെച്ചാല് ഈ അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ എവറി പ്രോഗ്രാമർ ഒക്കെ ഐദർ പുള്ളി വിദേശത്ത് പോവും, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വാല്യൂ ചെയിന്റെ പ്രശ്നം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവരും അത് അറിയുന്നില്ല. ശ്രീത്തെ ഇവിടെ കിട്ടിയ ഓക്കെ. അതാണ് അതിന്റെ ഒരു ഓക്കെ. അപ്പോ ഞാൻ ഇതിന്റെ ഈ ഒരു സെഷന്റെ പേര് ഓൺട്രപ്രണർഷിപ്പ് ഈസ് ഇറ്റ് ഫോർ യു എന്നാണ്, സൈക്കോ ഫിലോസഫിക്കൽ അനാലിസിസ് എന്നാണ്. അപ്പൊ അതില് ഈ സെഷനിൽ ഞാൻ പറഞ്ഞതിൽ SME ടെമ്പറമെന്റ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ടെമ്പറമെന്റ് ഉണ്ട്. ഈ 2 ക്ലാസ് ആൾക്കാരെ ഉള്ളൂ എന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത്. അപ്പോ ഈ ഇന്റഗ്രേറ്റഡ് ടെമ്പറമെന്റ് ഉള്ള ആൾക്കാര് ഈ ബിസിനസ്സിൽ തോറ്റ നല്ല പ്രോഗ്രാമർ ആവുന്നത്. SMEs മറ്റേ ടെക്നോളജി തോറ്റിട്ട് നല്ല ബിസിനസ്സുകാരാവുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവിടെ തോക്കുകയാണെങ്കിൽ അവിടെയും തോക്കും. ഓക്കെ, അത് കാരണമുണ്ട്. അതൊക്കെ സോഷ്യൽ സ്കിൽസ് കുറവായിരിക്കും സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സ് സ്റ്റാറ്റിസ്റ്റിക്കലി കേട്ടോ. കാരണം നല്ല ഈ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ലാംഡ കാൽക്കുലസും മറ്റേ അബ്സ്ട്രാക്ട് ആൾജിബ്രയും ഗ്രൂപ്പ് റിംഗ് ഫീൽഡ് ഇന്റഗ്രൽ ഡൊമൈൻ കാറ്റഗറി തിയറി ഒക്കെ ഒരു ഇന്റഗ്രേറ്റർ ടെമ്പറമെന്റ് ഒരാൾക്ക് പഠിക്കാൻ പറ്റും. അയാൾ കോളേജിൽ പഠിച്ചാലായി. പൊതുവെ സ്ഥൂല ബുദ്ധിക്കാരാണ് ഇന്റഗ്രേറ്റേഴ്സ്. സൂക്ഷ്മ ബുദ്ധിക്കാരെന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിൽ പോയി അതിൻ്റെ ഉള്ളോട്ട് പോകും. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാല് ലോണേഴ്സ് ആണ് SMEs. അതായത് ഒരു ഏകാന്ത പതികർ എന്ന് പറയും. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ആ ഇന്റഗ്രേറ്റഡ് ടെമ്പറമെന്റ് ഈ നല്ല അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ട് സൊസൈറ്റി ആയിട്ട്. SME അതായത് ആരാണോ കൂടുതൽ സാമൂഹ്യ വിരുദ്ധൻ ബെറ്റർ പ്രോഗ്രാമർ ആവുന്ന ഒരു പ്രതിഭാസം. C++ പഠിക്കണമെങ്കിൽ അത് വേണമായിരുന്നു ഒരു സമയം. കാരണം സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉള്ളവർ നല്ല C++ ഡെവലപ്പേഴ്സ് ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം കുറയും തോറും അവര് .NET, ജാവ, ഇനി ഒരു പ്രോബ്ലം ഇല്ലാത്തവർ സാപ്പ് പഠിക്കും. ഓക്കെ, ഇതാണ് എന്റെ കാര്യം. എക്സ്ട്രോവേർട്സിന് അങ്ങനെ ഗോ ഗെറ്റേഴ്സ്. ഇനി അടുത്ത SME-യുടെ ട്രേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. SMEs മിക്കവരും സിങ്ക്രണസ് ആയിരിക്കും. ഞാൻ വൺ വർക്ക് അറ്റ് എ ടൈമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സീക്വൻഷ്യലി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവർ ഭയങ്കര മൾട്ടി ത്രെഡഡ് കോഡൊക്കെ എഴുതൂട്ടാ. പക്ഷെ ലൈഫിൽ അവർക്ക് ഒരു അസിങ്ക്രോണി ഉണ്ടാവില്ല. എന്ന സ്ഥാനത്ത് SMEs-ന് ഒരു ലൈൻ മൾട്ടി ത്രെഡഡ് കോഡ് എഴുതാൻ പറ്റൂല, പക്ഷെ അല്ല മറ്റേ ഇന്റഗ്രേറ്റേഴ്സിന്. പക്ഷെ അവർക്ക് ലൈഫിലുള്ള അസിങ്ക്രണി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ SMEs ഈ ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടി സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നല്ലാതെ സൊസൈറ്റിയിൽ അവർ ജീവിക്കുന്നവരല്ല. ഇന്റഗ്രേറ്റേഴ്സ് അങ്ങനെയാണ്, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും SMEs. പിന്നെ IQ-നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റുള്ളവര് സോഷ്യലായിരിക്കും. EQ-നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതാണ് ഞാനൊരു ബ്രോഡ് കാറ്റഗറി. ഇത് സയന്റിഫിക്കലി ഒന്നും ചെയ്തതൊന്നുമല്ല, ഒരു സെഷൻ ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പ്രിമാ ഫേസി പ്രഥമ ദൃഷ്ടിയാനുള്ള ഒബ്സർവേഷനിൽ നിന്നാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോ എന്തെങ്കിലും ഈ നിങ്ങളേതെങ്കിലും എന്താ പറയാ ഇന്റഗ്രേറ്റർ ഹു ഇസ് ഗുഡ് അറ്റ് ടെക്നോളജി ആൻഡ് SME ഹു ഇസ് ഗുഡ് അറ്റ് ബിസിനസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാട്ടോ, അല്ലെങ്കിൽ ശരത്തെ. അല്ല, അതായത് മറ്റേ ഒരു അതായത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉള്ള ഒരാൾക്ക് രണ്ടിലോട്ടും സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഹൈപ്പോത്തസിസ്.
പറ്റും. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു എല്ലാ മനുഷ്യർക്കും ഒരു സ്വതസിദ്ധമായ ടെമ്പർമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് അവർ ജനിച്ചപ്പോൾ കിട്ടിയതാന്ന് ഞാൻ പറയുന്നില്ല. അവര് വന്ന വഴികളുടെയും അവരുടെ ശീലങ്ങളുടെയും ഭാഗമായിട്ടൊരു ആകത്തുകയായിട്ട് ഒരു ടെമ്പർമെന്റ് ഉണ്ട്. ആ ടെമ്പർമെന്റ് നമ്മൾ ചെയ്യുന്ന ഓണ്ടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ ടെക്നോളജി എക്സ്പെർട്ടൈസ് ആയിട്ട് അലൈൻ ചെയ്ത് വരികയാണെങ്കിൽ ദേ വിൽ ബി എ സോങ്. ബട്ട് മോസ്റ്റ് ഓപ്പൺ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കറന്റ് 2 അല്ല ഇയേഴ്സ് ഇത് പറഞ്ഞോ. സാറേ ഒരു സെക്കൻഡ്. അപ്പൊ അല്ല ഇവിടെ ഇപ്പൊ നമ്മള് ഇത് ആ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരണം. അതായത് ഇന്റലക്ച്വലി സ്കെയിൽ ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്, ആക്ട് ചെയ്യണതിനെ പറ്റിയാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഡിസ്റ്റിങ്ഷൻ. അതായത് നമുക്ക് ആ ഇന്റലക്ച്വലി സ്കെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഷുഡ് ബി ആക്ട് അതെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനും എന്റെ ഫ്രണ്ട്സും തമ്മിലുള്ള മെയിൻ ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓണ്ടർപ്രണർ അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഓണ്ടർപ്രണർ അല്ല, ഞാൻ സ്വന്തം ഓണ്ടർപ്രണർഷിപ്പ് നടത്തണമെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയാ, ഈ ഇന്നോവേഷൻ ഉണ്ട്, ഞാൻ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്നതിൽ ഇതുണ്ട്, ഞാൻ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഐ ക്യാൻ ആക്ച്വലി പിച്ച് ഐഡിയാസ്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോ ഞാനും ശരത്തും ഞാനും ശരത്തും നമ്മള് ഞാൻ എന്റെ സ്റ്റിയറിംഗ് ഇരിക്കുന്ന ശരത്ത് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പൊതുവെ കുള്ളന്മാരാണല്ലോ വലിയ കാർ ഓടിക്കുന്നത്. അപ്പൊ ശരത്ത് കൗണ്ടർ അടിക്കാൻ നോക്കി, ശരത്ത് എന്നെ വേണ്ടെന്ന് വെച്ചു. എന്തായിരിക്കും അത്? ഞങ്ങൾ നോക്കി തന്നെ 3-4 പേര് അങ്ങനെ പോയി. ആ ലുലുവിന്റെ അവിടെ വെച്ചിട്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അറിയാലോ, ഇപ്പൊ അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ് കാണുന്നത്. അതായത് അടിപൊളി കാർ വെച്ചിട്ടേ അവര് പള്ളിയിൽ പോകുള്ളൂ. സ്ഥലത്ത് മറ്റേ എല്ലാ സ്ഥലത്തും അവര് മറ്റേ അതിനുവേണ്ടി തന്നെ കാറൊക്കെ ഉള്ളവരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഈ ഫലത്തിൽ പറഞ്ഞാല് എന്റെ ഒരു തിയറി എന്താണെന്ന് വെച്ചാല് മനുഷ്യന്റെ ഫണ്ടമെന്റൽ വികാരം. പറഞ്ഞു എന്താ പറയാ, ഈ SME പറഞ്ഞല്ലോ, അപ്പൊ ആ പുള്ളിക്ക് ആളുടെ ബിസിനസ് ടെക്നോളജി സ്പേസിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അല്ല അങ്ങനെ അല്ല, എവിടെയെങ്കിലും അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ SMEs ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ പറയുമ്പോ, ഇപ്പൊ സ്റ്റീവ് ജോബ്സ് കമ്പനി തുടങ്ങിയിട്ട് സ്റ്റീവ് ജോബ്സിനെ റീപ്ലേസ് ചെയ്തില്ല ആപ്പിൾ റാങ്ക് വെൽ ഫോർ എ ലോങ് ടൈം. ഓട്ടോഡെസ്ക് തുടങ്ങിയ ആൾക്കാര് എല്ലാം അവിടുത്തെ മറ്റേ ഓപ്പറേഷൻസ് പീപ്പിളാണ് പിൽക്കാലത്ത് ഓട്ടോഡെസ്ക് ഓടിച്ചത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഒരു SME മറ്റേ ഒരു ഇന്റഗ്രേറ്റേഴ്സിനെ സപ്പോർട്ട് കഴിഞ്ഞാൽ അവര് ബിസിനസ് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രോബ്ലം ഉണ്ട് അവിടെ. സ്റ്റീവ് ജോബ് പറഞ്ഞു വിട്ടപ്പോ ആപ്പിള് ഡൗൺ തിരിച്ചല്ലേ പോയെ? അതൊക്കെ പിന്നാലെ തിരിച്ചു കൊണ്ടുവന്ന പറഞ്ഞു വിട്ടാ 87-ലോ തിരിച്ചു വന്നപ്പോഴാ 97-ല്. അപ്പൊ അതിനു മുമ്പ് ആപ്പിള് വേറെ ഡിസിഷൻ എടുത്തോണ്ടാ. അതായത് അവര് പേഴ്സണൽ കമ്പ്യൂട്ടർ റവല്യൂഷൻ വന്നപ്പോ അത് ഇഗ്നോർ ചെയ്തു. ആപ്പിൾ അവര് നല്ല പ്രിന്റർ ഡ്രൈവേഴ്സ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ മൈക്രോസോഫ്റ്റിനെ വെട്ടിച്ചാനെ. സ്റ്റീവ് ജോബ്സ് വാസ് എ ഫെയിലിയർ ഇൻ ഹിസ് നെക്സ്റ്റ് OS സക്സസ് ഒന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ബിൽ ഗേറ്റ്സ് സ്റ്റീവ് ജോബ്സിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ട് ചെയ്താന്നറിയാവോ? ഫണ്ട് ചെയ്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഹ്യൂമിലേറ്റ് ചെയ്യാണെന്ന് എനിക്കറിയില്ല. ഹ്യൂമിലേറ്റ് ചെയ്യാനാണ് നിങ്ങള് ഞാൻ പണ്ടൊരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഓപ്പൻഹൈമറിന് വെർണർ ഹൈസൻബർഗ്, മറ്റേ ഇങ്ങേർക്ക് നമ്മുടെ ബിൽ ഗേറ്റ്സിന് സ്റ്റീവ് ജോബ്സ്, അങ്ങനെ എല്ലാവർക്കും റൈവൽറി ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഞാനും ശ്രീത്തും തമ്മിലൊരു വൈരാഗ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിദ്വേഷം വേണമെന്നില്ല. അതായത് ഇപ്പൊ എന്താ ഞാനാണ് കേമൻ, നിങ്ങളാണ് കേമൻ എന്നൊരു വെച്ചു. അപ്പൊ നമ്മളങ്ങനെ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വളർന്നു. എക്സാം പോയിന്റ് നിങ്ങൾ തളർന്നു. അപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഭിക്ഷ തന്നെ ഒരു പൈസ ഇട്ടിട്ട് നിങ്ങളെ പൊക്കിയെടുക്കും, എന്നാലേ വീണ്ടും പിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കിട്ടിയ ആ സമയത്ത് ബിൽ ഗേറ്റ്സിന് കയ്യിലിയാളെ ഒതുങ്ങിയില്ല, അങ്ങോട്ട് പൊങ്ങിപ്പോയി. അപ്പൊ എന്ത് പറ്റി, ആ ജനറേഷനൊക്കെ പിന്നെ ബിൽ ഗേറ്റ്സിനൊക്കെ ഗ്ലാമറസ് ആയി ആര്, സ്റ്റീവ് ജോബ്സ്. ഇവിടെ കിട്ടിയ എന്റെയൊക്കെ ചെറുപ്പത്തിലെ 97 മുമ്പ് സ്റ്റീവ് ജോബ്സ് വാസ് എ വണ്ടർഫുൾ എക്സാമ്പിൾ ഓഫ് എ ടെക്കി ഹു കാൻ ഡു ബിസിനസ് ആയിരുന്നു. ടെക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫൗണ്ടേഴ്സിനെ അതിനു മുമ്പ് പുറത്താക്കിയ പല ഫൗണ്ടേഴ്സും ഇപ്പൊ ഈ ഓട്ടോഡെസ്ക് തുടങ്ങിയ ആളുടെ ഒരു ജോൺ സമ്പടിയാണ്, അയാളിപ്പോ സ്വിറ്റ്സർലാൻഡിൽ ജീവിക്കുന്നുണ്ട്. അങ്ങേര് ലാസ്റ്റ് തോന്നുമ്പോ അവിടുത്തെ ജാനറ്ററിനെ ഒക്കെ പിടിച്ച് ഡയറക്ടർ ബോർഡ് കയറ്റുന്നു.
അപ്പൊ അങ്ങനെയാണ് ഈ പല ആൾക്കാരും ഈ പിന്നെ ഇൻവെസ്റ്റേഴ്സ് ബിസിനസ് തിരിച്ചു പിടിക്കുന്ന കാണുന്നത് ഇവിടെ കിട്ടിയ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കഥയല്ല നമ്മള് ഇപ്പൊ ഞാൻ ഈ ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ടെക്നോപാർക്കിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഈ അന്നത്തെ ബിസിനസ് മാഗസിൻസിലൊക്കെ ആ നെക്സ്റ്റ് ഇഷ്യൂലൊക്കെ അത് വലിയ ന്യൂസ് ആയിരുന്നു റേഡിയോ, ഓക്കെ. എക്കണോമിസ്റ്റ് അങ്ങനത്തെ മാഗസിനിലൊക്കെ. അപ്പൊ ഞാനതൊക്കെ വായിക്കാൻ അന്നൊക്കെ ഈ കൂടുതൽ വായിച്ച് കൂടുതൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞാലും കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ അതിനനുസരിച്ച് കൂടുന്ന കാലമായിരുന്നു. പിന്നെയാണ് ഈ പ്രൊഫഷണൽ മാനേജേഴ്സ് വന്നത്, കീബോർഡ് തൊട്ടാ 9 പേര് മോളിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഈ അടങ്ങി ഒതുങ്ങി ജീവിച്ച ഇപ്പൊ ഒരു എന്താ പറയാ ഇനർഷ്യയാണ് മനുഷ്യന്റെ ഫണ്ടമെന്റൽ വികാരം. അപ്പൊ ആ ഇനർഷ്യ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓർ അതായത് അൺലെസ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് അപ്ലൈ ടു ഇറ്റ് ആണ് മനുഷ്യന്റെ കാര്യത്തിലും ട്രൂ. ഇപ്പൊ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചെറുപ്പത്തിലെ അയൽവക്കത്തുള്ള അമ്മാവൻ നീയൊക്കെ എന്ത് നേടിയിടാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ മോൻ ചിലപ്പോൾ ഷട്ടിൽ കളിച്ച് തോപ്പിച്ചിട്ടുണ്ടാവും. മിക്ക ആൾക്കാരുടെയും പുറകില് ഈ എന്താ പറയാ ഈ ഒരു ഷെയ്ഡി പാസ്റ്റ് ഉണ്ട് ഇവരെ ഓണ്ടർപ്രണർ ആക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആസ് മച്ച് ആസ് എന്നെ SME എനിക്ക് എന്താ പറയാ, എന്നെ 2-3 പേര് പറഞ്ഞു, നീ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം, നിന്നെ കൊണ്ടൊരു ഒരു പൊണ്ണാക്കം ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഒരുത്തൻ പറഞ്ഞ് നിനക്ക് കാൽക്കുലസ് അറിഞ്ഞോട് ചെയ്യാൻ പറ്റും. ഞാൻ കാൽക്കുലസ് തന്നെ പഠിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പ്രേരണയായിരിക്കും. പിന്നെ വൺസ് വി സക്സീഡ് ഇൻ ഇറ്റ് ഒക്കെ വി ലൈക്ക് ഇറ്റ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു SME ഇന്റഗ്രേറ്റർ ടെമ്പർമെന്റിലോട്ടുള്ള ഒരു എവല്യൂഷൻ തന്നെ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇത് എന്റെ ഇല്ല. ടേക്കാണ്ടോ, നിങ്ങൾക്ക് വേണേൽ തിരിച്ചു പറയാം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സെഷൻ ആവുന്നതെന്ന് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ SME ആണ്, എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. ഞാൻ എന്നെ കൂലി പ്രോഗ്രാമർ എന്ന് വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല. കൂലി പ്രോഗ്രാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ നാളെ കമ്പനി തുടങ്ങണമെന്നോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ സോഷ്യൽ സർവീസ് ചെയ്യണം എന്നുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രൈ ചെയ്യുക. ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കഥ ഉണ്ടാക്കുക അതിനെ ചുറ്റിപ്പറ്റി. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇപ്പൊ ഞാൻ നന്നായി വരയ്ക്കും ശ്രീധൻ. ഓക്കെ. അത് എനിക്ക് കഴിവൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വരക്കണേക്ക് മുമ്പ് എന്താ വരക്കണേന്ന് ഞാൻ പറയും. ഓക്കെ. അപ്പൊ ഞാൻ മാർച്ചിനെ വരച്ച ആനയാവും അത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആനയെ വരച്ചാന്ന് പറയും. അപ്പൊ ഞാൻ നല്ല പടം വരക്കാറതില്ല. ഇതാണ് എന്റെ ഗെയിം. ഇവിടെ പിന്നെ ഓക്കെ. കഥ ഫിറ്റ് ചെയ്യലാണ്. അതായത് നിങ്ങള് പ്രാഞ്ചിയേട്ടനൊക്കെ കണ്ടാണോ? എന്താ കുഴപ്പം? നെറേറ്റീവ് ഫിറ്റ് ചെയ്യാണ്. അതിപ്പോ ടെക്നോളജിസ്റ്റുകളൊക്കെ ചെയ്യണല്ലേ. അപ്പൊ അതാണ് എന്റെ ഗെയിം. ഹൈറാർക്കിയുടെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മോശം പറയാത്തൊരു സ്റ്റോറി ഉണ്ടായാണ്. അതെ അതെ അതെ, അതാണ് എന്റെ കാര്യം. അപ്പൊ ആ സ്റ്റോറി പറയുന്നവർക്ക് ഒരു തടയാണ് എവല്യൂഷൻ ഓഫ് വെബ് പ്രോഗ്രാമിംഗ് മോഡൽ. ഒരാൾ നിങ്ങളോട് പറയാണ് 2010 മുമ്പ് ഞാൻ മറ്റേ ജേസണൊക്കെ ഉപയോഗിച്ച മലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ജേസൺ പഠിച്ചിട്ടുണ്ടാവും, കാരണം ഡഗ്ലസ് ക്രോക്ക്ഫോർഡ് അതിന് മുമ്പ് ആയിട്ടുണ്ട്. അത് അയാൾ ഒരു ലൈവ് പ്രൊജക്റ്റിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മിക്കവാറും ശുദ്ധമാണ്. മനസ്സിലായോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക്, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ, അതിൽ വർക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ള ഒരാൾക്ക് ഒരു IT കമ്പനി തുടങ്ങി സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കാൻ പറ്റില്ല എന്ന് വരുമോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഈ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ അത് ബാധകമല്ല. നിങ്ങള് പ്രൊഫഷണൽ മാനേജേഴ്സിനെ ഹയർ ചെയ്യുക, അവര് ടെക്കുകളെ ഹയർ ചെയ്യും. അങ്ങനെയല്ലേ ഈ സ്റ്റാർട്ടപ്പ് വെഞ്ചറൊക്കെ വർക്ക് ചെയ്യണം. ഫണ്ട് കൊണ്ടുവരും. ഈ ഫണ്ട് ഒരു ഓണ്ടർപ്രണറിന് കൊടുക്കും. IIT പഠിച്ചതോ അങ്ങനെയൊക്കെ പഠിച്ചതുണ്ട്. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രൊഫഷണൽ മാനേജേഴ്സിനെ വയ്ക്കും, ഫിഗർ ഹെഡ്സിനെ വയ്ക്കും, ആൾക്കാരെ വയ്ക്കും. അവരുടെ ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ വിജയിച്ചു പോകുന്നവരുണ്ട്. പ്രൈസ് ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ഒരു ചേതന ശക്തി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ക്രിയാത്മകത ഉള്ളതുകൊണ്ട് കമ്പനി പൊക്കിയെടുക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫൂൾഡ് ബൈ റാൻഡംനെസ് സക്സസ് ആയിരിക്കും. വേറൊരു സംഭവം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഒരു ചെറിയ സാധനം, തീരെ ചെറിയൊരു പ്രൊഡക്റ്റ് ഒരാൾ ഉണ്ടാക്കിയാൽ അത് വേണമെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പോവാലോ. അല്ല, അത് വരാം. അത് മാത്രമല്ല, ഇനി അതിൽ തന്നെ കോസ്റ്റ് പ്ലസ് മാർജിൻ മോഡൽ കമ്പനി വെച്ചിട്ട് നിങ്ങൾക്ക് ഫണ്ടിങ് ഒന്നും കിട്ടില്ല.
ഫണ്ടിങ് കിട്ടണമെങ്കിൽ യു ഷുഡ് സെൽ ദ മാർക്കറ്റ്. പൊട്ടൻഷ്യൽ മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് B2C സ്പേസിൽ പിന്നെയും പോസിബിൾ ആണ്. മനസ്സിലായില്ലേ? സംതിങ് ക്യാൻ ഗോ വൈറൽ. എക്സ്പൊണൻഷ്യൽ സ്കെയിലിംഗ്, ടെക്നോളജിയുടെ എക്സ്പൊണൻഷ്യൽ സ്കെയിലിംഗ് പൊട്ടൻഷ്യലിനാണ് ഫണ്ട് ചെയ്യണത് അവര്. അതെ. അപ്പോ അത് അവരുടെ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞുതരാം, ഒരു $100 million പൂൾ ചെയ്യും. എന്നിട്ട് ഒരു $10 million അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആന്ന് പറഞ്ഞിട്ട് 30 കമ്പനികൾക്ക് 3 million വെച്ച് വീതിച്ചു കൊടുക്കും. അപ്പോ 1 in 6 സക്സീഡ് ചെയ്തെന്ന് വെച്ചോ. അപ്പൊ 30 5 കമ്പനികൾ $1 billion ആയി കഴിഞ്ഞു. വാല്യുവേഷൻ ഉണ്ടാ, അതിന്റെ അത്രയും സെയിൽസ് ഒന്നും വേണമെന്നില്ല. അവർക്ക് 300x റിട്ടേൺ കിട്ടി. അതായത് 15x റിട്ടേൺ അവർക്ക് അപ്പൊ തന്നെ കിട്ടി, വിജയിച്ച കമ്പനിയുടെ. അപ്പോ പോസ്റ്റ് ടാക്സ് എത്രയായി? 10x, ഫണ്ട് 10x ആയി ഇൻ എ മാറ്റർ ഓഫ് 2 or 3 years. ബാക്കിയുള്ള കമ്പനികൾ ഇവന്മാര് പൂട്ടിക്കുന്ന, അവർ കെയർ ചെയ്യണ പോലുമില്ല. അപ്പോ നല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ യു ക്യാൻ ബി ഇൻ ദി അതർ 25. അപ്പൊ അവരെ നിന്ന് ഫണ്ട് എടുത്താൽ നിങ്ങൾ മുടിഞ്ഞു പോകാൻ. അപ്പൊ നിങ്ങൾക്ക് കോസ്റ്റ് പ്ലസ് മാർജിൻ മോഡൽ ഓടിക്കാൻ പറ്റില്ല. കോസ്റ്റ് പ്ലസ് മാർജിൻ മോഡൽ ഓടിച്ചു കഴിഞ്ഞാൽ റവന്യൂ ഷുഡ് ആക്ച്വലി എക്സ്പാൻഷൻ. മിക്ക കമ്പനികളും കണ്ടിട്ടുണ്ടാവും 60 പേരൊക്കെ ഭയങ്കരമായിട്ട് പോകും. പിന്നെ 60 നിന്ന് 100, പിന്നെ 100-ലെത്തിയിട്ടേ 101 ആക്കാൻ പറ്റും. അതായത് 100 വരെ അതേ സ്ട്രാറ്റജിക്കലി ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 5-6 ഫേസസിൽ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഫണ്ട് വന്നുകൊണ്ടിരിക്കും. ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ കൂട്ടിക്കൊടുക്കും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഈ മറ്റേ ഫിനാൻസ് അതിനിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ മെയിൻ പ്രശ്നം ചില ആൾക്കാർ ഈ ഭാര്യയുടെയും മറ്റേ ബന്ധുക്കളുടെയൊക്കെ വളവണയും വെച്ച് കമ്പനി തുടങ്ങിയ കഥകൾ നമ്മൾ കേൾക്കും. പക്ഷെ അങ്ങനെ പൂട്ടിയ കമ്പനികൾ ചിലപ്പോ 30x ഒക്കെ ആയിരിക്കും. മനസ്സിലായേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഉള്ളത്. അപ്പോ ഓണ്ടർപ്രണേഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാല് വിജയിച്ചാൽ അവന് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം അവന്റെ ഇൻവെസ്റ്റേഴ്സ് മറ്റേതിന് പിടിക്കും, അല്ലെങ്കിൽ സ്റ്റാഫ് സാലറിക്ക് വേണ്ടി പിടിക്കും. അപ്പോ പലപ്പോഴും ഇതിന് പറ്റാത്ത നല്ല ടെക്കികള് ഭ്രാന്തന്മാരാമാതിരി ആവുന്നതും ലൈഫിന്റെ ആ ജീവിക്കാനുള്ള അവരുടെ ജൈവികത തന്നെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഏത് ഡൊമൈൻ ആയിക്കോട്ടെ, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഫഷണൽ മാനേജേഴ്സിനെ ഹയർ ചെയ്ത് സബ്ജക്ട് മാറ്റർ ബെസ്റ്റിന്റെ ഒരു ഹയറാർക്കി ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് അനുകൂലമാണെങ്കിൽ ബിസിനസ് വിജയിക്കും. അവിടെ വ്യക്തിയുടെ പ്രഭാവമല്ല, അവിടെ ഫണ്ടിന്റെ എന്താ പറയാ, ആ ഫണ്ട് പമ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ ചില ഹൗസസ് നടത്തുന്ന ബിസിനസ് ഇവൻച്വലി സക്സീഡ് ചെയ്യണം. അപ്പൊ അതാണ് അതിന്റെ ഒരു പോയിന്റ്. ഇപ്പോ പലപ്പോഴും ചോദിക്കുക, എന്താണ് ഇന്ത്യ നെക്സ്റ്റ് ഗൂഗിൾ പ്രൊഡ്യൂസ് ചെയ്യാതെ? അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉള്ള കമ്പനികളുണ്ട്. അതിന് മുമ്പ് അവരെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇവരെ പൂട്ടിക്കും. പിന്നെ എവിടെ നിന്നുണ്ടാവാനാ? അപ്പൊ ഈ പ്രോഗ്രാമേഴ്സ് കോഡ് ചെയ്ത് വലുതാക്കും. അപ്പൊ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, പലർക്കും സോഫ്റ്റ്വെയർ ചെയ്തിട്ട് വലിയ ആളാന്ന് പറഞ്ഞു വരരുത്. അത് മെയിൻ എന്താ അറിയുമോ? ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ് മീഡിയോക്കർ പീപ്പിൾ ഡു നോട്ട് നോ വെൻ ടു ക്വിറ്റ്. ദർ ഈസ് പ്രോബ്ലം ഇൻ ദെയർ ഓർഗനൈസേഷൻ. Sometimes they end up as millionaires when there is an unexpected turnaround. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Most mediocre people do not know when to quit if there is problem in their organization. Sometimes they end up as millionaires if there is an unexpected turnaround. നിങ്ങൾ നോക്കിക്കോ, പൈസ ഉണ്ടാക്കിയവരും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോ ക്വിറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ, ഞാൻ ഇൻഡസ്ട്രിയിൽ കുറെ വർക്ക് ചെയ്തിട്ട് ഇതുവരെയായിട്ട് എനിക്ക് ഓപ്ഷൻസോ മറ്റേ ESOP ഒന്നും കിട്ടിയിട്ടില്ല. അതെങ്ങനെ കിട്ടണേ? കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോ അവിടെ നിൽക്കാൻ മാത്രം ഞാൻ വിഡിയല്ലാന്ന്. അങ്ങനെ നിൽക്കുമ്പോ അപ്പൊ എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിലോ ഞാൻ നിന്നേനെ, ഞാൻ പൈസക്കാരനായനെ, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിലൊരു കഴിവ് കാണിക്കുക. അതായത് കണ്ണി കണ്ടവന്റെ വിഴുപ്പ് ചുമക്കാൻ ഒരു റിസൾട്ട് ഇല്ലാത്ത ബുദ്ധിശൂന്യതയാണ് പലപ്പോഴും ഓണ്ടർപ്രണർഷിപ്പ്. ഇത് പറഞ്ഞാൽ എന്ത് വരും? നിനക്ക് ആര് പൈസ തരും? അത് ഏതെങ്കിലും വിഡ്ഢി എപ്പോഴും ഉണ്ടാവുന്നു. അപ്പൊ അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, തുറന്നു പറയാൻ. അപ്പൊ ഈ ഓണ്ടർപ്രണേഴ്സിനെ പൊക്കി പറയുന്നവര്, അയാള് വീണാലോ
അയാള് സാലറിയിൽ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് തന്തയ്ക്കാ വിളിക്കണേ. അപ്പോ ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. എനിക്ക് ഇതൊന്നുമില്ല, എന്റെ മുതലാളി പൊളിഞ്ഞ ഓക്കെ പൊളിഞ്ഞു, ഞാൻ അടുത്ത മുതലാളി. അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും ധൈര്യമായിട്ട് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ അത്ര ബുദ്ധിമാന്മാരുടെ മക്കളല്ല. ബുദ്ധിമാന്മാരൊക്കെ ഈ അംഗം വെട്ടിയൊക്കെ ചത്തുപോയി, മനസ്സിലായില്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ചറിയാം. ഈ മറ്റേ സമൂഹത്തിൽ വിജയിക്കുന്നവർക്ക് കുട്ടികൾ കുറവായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവരെയൊക്കെ വംശം നശിക്കും. അത് ദൈവത്തിന്റെ ഒരു കളിയാന്ന് എനിക്ക് പറയുള്ളൂ. ഇവിടെ കിട്ടിയ അപ്പൊ ആരാണോ സോഷ്യലി മറ്റേ മുകളിലോട്ട് പോകുന്നത്, അവര് ബയോളജിക്കൽ എവല്യൂഷനെ മറക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചേർത്തെ. അതൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടിയ. പക്ഷേ അല്ല, അത് ക്ലെയിം അല്ല, എല്ലാന്ന് പ്രൂവ് ചെയ്തോ, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് ഡിഫെൻഡ് ചെയ്യാലോ. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, അത് ആ സ്കെയിലിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അവസാനം ബാക്കി വന്നൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല അതെ, ഞാൻ പറയാ അപ്പോഴും ഈ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ട്രൈബൽ ലൈഫ് നയിക്കുന്നതിൽ എന്താ തെറ്റ്? ഇപ്പൊ ഈ മറ്റേ അന്തമാനിലെ ഒരാള് മറ്റേ ഏതോ ആദിവാസികളുണ്ട്, ഈ ഇന്ത്യ ഗവൺമെന്റ് പോലും ആളെ വിടില്ല, അവിടെ നേവിക്കൊന്നും പോലും പോകില്ല. ഇവിടെ ഒരു പുള്ളി അവിടെ പോയി മറ്റേ അവരെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ പോയി, പുള്ളിനെ കൊന്നവര്. അപ്പൊ ഈ സിവിലൈസേഷനിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരവിടെ സുഖമായിട്ട് ജീവിച്ചു പോകണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം തിങ്കിങ്, മാത്തമാറ്റിക്സ്, ഈ മോഡൽസ് ഒന്നും ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന. പക്ഷെ എന്റെ തൊട്ടടുത്ത് ബുദ്ധിമാനായിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വരുന്നവൻ, അവൻ മൃഗങ്ങൾക്ക് അവനേക്കാ ബുദ്ധിയുണ്ടെന്ന്, ബട്ട് ഈ സക്സസ്ഫുൾ. അപ്പൊ ഇപ്പോഴും ആൾക്കാരെ മോഡലും പഠിക്കുന്നില്ല, ഇതും പഠിക്കില്ല. അപ്പൊ ഞാൻ വായിച്ച ബുക്കുകളിലൊക്കെ ബട്ടൺ ഡ്രസ്സിലൊക്കെ അങ്ങനെ എഴുതിയോണ്ട് ഞാൻ അത് പഠിച്ചു. പക്ഷെ അതൊന്നും പഠിക്കാതെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നവരുണ്ട്. അതെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സേഫ്റ്റി ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? അത് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യും തോറും കൂടുതൽ മണ്ടന്മാരുണ്ടാവും എന്നല്ലേ എൻ്റെ അപ്പൊ? അല്ല, അതെന്തായാലും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ല ബയോളജിക്കൽ ആവണമെന്നില്ല. അല്ല പറഞ്ഞോ. അല്ല ഇത് നർച്ചറിന്റെ ഭാഗമാവാലോ ആണെങ്കിൽ, മനസ്സിലായോ? അതായത് അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയാണെങ്കിൽ ഇത് റാൻഡം ഇവന്റ്സ് ആയിരിക്കുള്ളൂ. അതായത് ഒരു പെർട്ടിക്കുലർ പാത്ത് ഫേസ് ചെയ്യുന്ന. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസും ലൈഫിലെ സക്സസും ഒക്കെ റാൻഡം ആണെന്നുള്ള വളരെ എന്താ പറയാ ഓതന്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ ഡാനിയൽ കനേമാൻ ആണെങ്കിലും അമോസ് ടവേർസ്കി ആണെങ്കിലും ഇപ്പൊ നിക്കോളാസ് നസീം തലേബ് അത് പോപ്പുലറൈസ് ചെയ്ത്, ഇപ്പൊ റോൾഫ് ടൊബലിയുടെ ബുക്കൊക്കെ എടുക്കുക. നിക്കോളാസ് നസീം തലേബ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എന്താണെന്ന് അറിയാമോ? ഇഫ് യു ആർ ദാറ്റ് റിച്ച്, വൈ ആർ ഇൻ യു സ്മാർട്ട് സോ സ്മാർട്ട് എന്ന്. നിങ്ങൾ അപ്പോ സ്മാർട്ട് പീപ്പിൾ എന്താ പറയാ, അതിപ്പോ മെഷീൻ ലേണിംഗ് ഒക്കെ വരുമ്പോഴങ്ങനെയാണല്ലോ. സ്മാർട്ട് പീപ്പിൾ ഡു മെഷീൻ ലേണിംഗ്, ഐ എം ഡൂയിങ് മെഷീൻ ലേണിംഗ് therefore I am smart. അത് ന്യായവൈകല്യമാണ്, അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറയണേ. സ്മാർട്ട്, ഇഫ് യു ആർ സ്മാർട്ട് യു ought to be rich, but I am rich therefore I am not. ഞാൻ സ്മാർട്ട് ആവണമെന്ന് എന്താ നിർബന്ധം? അത് ഈ കാളിച്ചൻ. അല്ല സാർ ആ ബയോളജിക്കൽ ഇതിനെ ഫേവർ ചെയ്യുന്നില്ല, അവിടെ ഒരു കോൺഫൗണ്ടിങ് ഇഷ്യൂ ഉണ്ട്. അതിലാണ് ലാല് പിടിച്ചത്. അപ്പൊ അല്ല അങ്ങനെ തന്നെ ആവണമെന്ന് പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അങ്ങനെ ആവണം നിർബന്ധമില്ല എന്നുള്ളതാണ്. അതായത് ഔട്ട്ലെയർ എലിമിനേഷൻ ആയിരിക്കാം, അത് മറ്റേ ബയോളജിക്കൽ കൊടുക്കേണ്ട ആവശ്യം വേണ്ട വേണമെങ്കിൽ. ഇല്ല, നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവും. ഇപ്പൊ സ്റ്റക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ ലൈഫില് ഐ വാസ് ആൻ അൺയൂഷ്വൽ സക്സസ് ഇൻ മൈ യങ്ങർ ഡേയ്സ്. പിന്നെ ഞാൻ എന്റെ സക്സസിന് വേണ്ടി എനിക്ക് നോർമൽ ലൈഫ് ജീവിക്കാൻ വേണ്ടി ഞാനൊരു 3-5-6 കൊല്ലം പതുങ്ങി ജീവിച്ചപ്പോ ആൾക്കാർ നമ്മുടെയൊക്കെ ഒപ്പത്തിൽ തുടങ്ങി. എനിക്ക് സുഖമായിട്ട് പിന്നെ ഞാൻ അതാക്കി എന്റെനോ ഒരു പുള്ളി ഈ കമ്പനി ചാടി പോയിട്ട് ലാസ്റ്റ് പുള്ളിക്ക് ജോലി കിട്ടാതായി. അങ്ങനെ പുള്ളി ഓണ്ടർപ്രണറായി. ശരദിനെ അറിയാം ആരാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് കേക്ക് എനിക്ക് ഗുണമൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ളവരൊക്കെ അവന്റെ കമ്പനി കയറ്റും. പക്ഷെ ഈ ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സൊസൈറ്റി അല്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു ലോണറാണ്, അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉള്ള ആളാണ്, സിങ്ക്രോണസ് ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, സോഷ്യലി ആവശ്യത്തിന് മാത്രമേ പോകുന്നുള്ളൂ.
വൈയക്തിക തലമുണ്ട്. IQ-നാണ് നിങ്ങൾക്ക് ഊന്നലെങ്കിൽ നിങ്ങൾ മരിക്കണവരെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആയിട്ട് ജീവിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് നന്നായി താതാത്മ്യം പ്രാപിക്കാം. 1960s പീറ്റർ പ്രിൻസിപ്പിൾ എന്നൊരു ബുക്ക് ഉണ്ട്. അത് എഴുതിയത് ലോറൻസ് ജെ പീറ്റർ ആണ്. പീറ്റർ പ്രിൻസിപ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ എവറി മാൻ റൈസസ് ടു ഹിസ് ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ് എന്നാണ്. എല്ലാ മനുഷ്യരും കഴിവിൽ നിന്ന് കഴിവുകളിലോട്ടാണ് വളരുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറയുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹൻദാസ് പൈ എന്ന് പറഞ്ഞ പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചീഫ്. അയാളെ പിടിച്ച് HR ആയിട്ട് പ്രൊമോട്ട് ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു, ക്രോസ് പോസ്റ്റ് ചെയ്തു. അന്ന് മുതല് ഈ ഇവരുടെ IT പ്രോബ്ലം തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു കഥ. അത് അയാൾ കേട്ടാ എന്നെ പിടിച്ചടിക്കും. ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നല്ല പ്രോഗ്രാമർ ആകുമ്പോൾ എന്നെ പിടിച്ച ടെക് ലീഡ് ആക്കും. ടെക് ലീഡ് ആയിട്ടൊക്കെ ഒന്ന് വരുമ്പോഴേക്കും എന്നെ പിടിച്ച ആർക്കിടെക്ട് ആക്കും. അപ്പൊ പിന്നെ എങ്ങനെയാണ് എനിക്ക് കോമ്പറ്റൻസ് വെക്കുക? അപ്പൊ കോമ്പറ്റൻസ് വെച്ചോണ്ടിരുന്ന നിങ്ങൾ സ്റ്റാഗ്നേറ്റ് ചെയ്യും. അപ്പൊ ഒളിച്ച് ജീവിക്കാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്, അതിന് പെർപച്വൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് അതിനെ കുറിച്ച് വേണമെങ്കിൽ വേറെ സെഷൻ എടുക്കാം, എങ്ങനെ കോർപ്പറേറ്റിൽ ഒളിച്ചിരിക്കുക. ഈ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുക എന്നുള്ളതല്ല. അതായത് നിങ്ങളുടെ ധർമ്മം നിങ്ങൾ ചെയ്തിട്ട് ആ അവൈലബിൾ സ്പേസിൽ കേടുപാടുകൾ കൂടാതെ വെല്ലോന്റെ വർക്കൊക്കെ ചെയ്യാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 കൊല്ലം കളഞ്ഞ വാക്കാണല്ലേ? 2 കൊല്ലം കളഞ്ഞെന്നല്ല, അത് ഞാൻ പഠിപ്പിച്ചവർ എന്റെ അടുത്ത് ട്രൈ ചെയ്തത്. മനസ്സിലായില്ലേ? ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പുരാണങ്ങളിൽ പറഞ്ഞത് വരികയാണ് ഇതാണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ പുറകിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ഈ ഹാർവർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞതൊന്നും കറക്റ്റ് ഒന്നുമല്ല. ഹാർവർഡ് യൂണിവേഴ്സിറ്റി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഒരാൾ പറഞ്ഞാൽ ഒന്നിനും അയാൾ ബൈബിൾ എഴുതി വെക്കും, അല്ലെങ്കിൽ ബൈബിളിന്റെ വിരുദ്ധതയുള്ള ഏത്തീസം എഴുതി വെക്കും. പ്രശ്നം വിളിക്ക് ബൈബിളാ, മനസ്സിലായ? അതേമാതിരി ഇവിടെ നിന്നുള്ള ഒരാളാണെങ്കിൽ മഹാഭാരതവും മറ്റേതൊക്കെ പറയും. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഹോമറിന്റെ ഇലിയാഡൊക്കെ എന്ത് എഴുതി വെച്ചാലും ഒരു ഈ മനുഷ്യരുടെ സോഷ്യൽ നോംസ് ഒന്നും കറക്റ്റ് ഒന്നുമല്ല. ബിസിനസ്സിന് ഏതാണ് ഇപ്പൊ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെയും ഇൻസീഡ് അല്ലെങ്കിൽ IIM അഹമ്മദാബാദ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചിലപ്പോ അംബാനിയൊക്കെ ചെയ്യേണ്ടാവുക, ഫാമിലി റൺ ബിസിനസ് ഒക്കെ ചെയ്യേണ്ടാവുക. ഒരു ട്രസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിൽ ബിസിനസ് ചെയ്യുന്ന രീതി വേറെ, ഒരു റൂൾ ബേസ്ഡ് സൊസൈറ്റിയിൽ ബിസിനസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ കോർപ്പറേറ്റ്സ് ഇപ്പൊ ഓടിക്കുന്നത്, ഇപ്പൊ എന്താ പറയാ, പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, ആക്ച്വലി ഇറ്റ്സ് എ ട്രേഡ് ഓർഗനൈസേഷൻ മാസ്കുറേറ്റഡ് ആസ് എ കോർപ്പറേറ്റ്. ശരത്തെ മനസ്സിലായില്ലേ? അതേമാതിരി ഇപ്പോ മോസ്റ്റ് ഫാമിലി റൺ ബിസിനസ് ഡസ് ഷോ ഒരു കോർപ്പറേറ്റ് ഫേസ്. പക്ഷെ അംബാനിയുടെ ഡ്രൈവർ ആരാന്ന് വെച്ചാൽ 30 കൊല്ലമായിട്ട് ആൾ തന്നെ. മനസ്സിലായില്ലേ? ഇപ്പൊ യൂസഫ് അലിയൊക്കെ അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ്. എത്ര ഗ്രോ ചെയ്താലും പുള്ളിയുടെ ഒരു ട്രസ്റ്റഡ് ഗ്രൂപ്പ് ഉണ്ടാവും, അവര് ആണ് പുള്ളിയുടെ കൂടെ ഉണ്ടാവുള്ളൂ, പുള്ളിക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവര് ചിലപ്പോ വലിയ IIM കാണാൻ വിളിച്ച് അവരുടെ അടിയിലൊക്കെ വരും. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുന്തോറും രാഷ്ട്രീയക്കാരെ ഇടപെടും, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ അതിനൊന്നും തയ്യാറുള്ള, പിന്നെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ അധികാരം കൈയാളാനൊന്നും 90% മധ്യവർഗ കുടുംബങ്ങളിലുള്ള പിള്ളേര് റെഡിയല്ല. മനസ്സിലായില്ലേ? വേറെ കൾച്ചേഴ്സിനെ ഒന്നാമതെ ഇംഗ്ലീഷ് പറയുന്നവരെ തള്ളുന്നു. അപ്പൊ പിന്നെ ഇവന്റെ വായില് പറയും. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഞാൻ പുസ്തകം വായിച്ചിട്ടില്ലേ എന്ന് പറയും, പിന്നെ അവന് പുസ്തകം വായിച്ചിട്ട് ഗുണമുണ്ടാവും. ചില പുള്ളി എന്ന് വെച്ചാൽ ഏത് വീഡിയോ കണ്ടേന്ന് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഈ പ്രിപ്പയർഡ് അല്ലാതെ വെല്ലോന്റെ പൈസ കളയാം, അല്ലെങ്കിൽ മനസമാധാനം കളയാന്നല്ലാതെ ഈ എങ്ങനെ ഒരു നല്ല ഓണ്ടർപ്രണർ ആണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷേ നിങ്ങളുടെ ജീവിതം കുളവും. അപ്പൊ 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 ആദ്യം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് തീരുമാനിച്ചാൽ പോരെ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് വിഷയത്തിലോട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. അപ്പൊ 7 ക്ലാസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെന്നാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ബാക്ക് പേപ്പർ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ ശരത്തെ? സാർ ഒരു സെക്കൻഡ്, സാറ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാനത് ജസ്റ്റ് ശരി. ബാക്ക് പേപ്പർ ഓണ്ടർപ്രണർഷിപ്പ് ഞാൻ ശരത്തിനോട് ചോദിച്ചത് എന്തിനാന്ന് മനസ്സിലായല്ലോ. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ബാർ ക്യാമ്പ് സെഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ആരെങ്കിലും ഇപ്പൊ ലാലെ ഞാൻ നോക്കുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കമ്പനി, ഈ മിക്ക കമ്പനി കൊച്ചിയിൽ ഇപ്പൊ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറഞ്ഞ പേരില് ഈ എന്താ പറയാ എണ്ണക്കച്ചവടക്കാരും തടിക്കച്ചവടക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നടക്കുന്നുണ്ട്.
ഒരു ദിവസം കേരള ജാവ യൂസർ ഗ്രൂപ്പിൽ ശരത്ത് ലീനിയർ റിഗ്രഷന്റെ ഒരു ഗ്രൂപ്പ് സെഷൻ എടുത്തു. അല്ലേ? മറ്റേ വൈശാഖ് ബാബു ബ്ലോക്ക് ചെയിനെ കുറിച്ച് എടുത്തു. അപ്പൊ ഞങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുമ്പോ ഒരു പുള്ളി വന്ന് പറയാണ്, മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്രൗഡിന്റെ ഇടയിൽ കുറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. എല്ലാം $1 മില്യൺ $200 മില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ചെയ്യാൻ വെച്ചാൻ പറയണേ. പുള്ളൊരു ഇൻവെസ്റ്റർ എന്ന് പറയണേ. അപ്പൊ ഞാൻ ആ മുണ്ടൻ ഏതാന്ന് വെച്ചാൽ അയാള് കൊടുങ്ങല്ലൂരുള്ള ഒരു മുണ്ടെടുത്തിരുത്തന്നെ. അപ്പൊ ഞാൻ മുണ്ടന്ന് വരട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറി ഡിപെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ പുള്ളി പറയാന്ന് വെച്ചാല് ഓക്കെ, കുറച്ച് കഴിയുമ്പോ പുള്ളി പറയണേ, ഞാനൊരു അതായത് കേരളത്തിലെ നെഗറ്റീവ് തിങ്കറാണ്, മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ, നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായ ഒരു ബിസിനസ് വിരുദ്ധനല്ല നിങ്ങളിപ്പോ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി അടുത്തത് പറയും ഞാൻ ലോകം കാണാത്തോണ്ടാണ്. അപ്പൊ അതെ, ഞാൻ 25 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ 30 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. 30 പോയിട്ടില്ല, 16 പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ എനിക്കത് 30 പറഞ്ഞില്ലെങ്കിൽ അവനടുത്ത് പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോ ഈ എണ്ണക്കച്ചവടക്കാരനും തടി കച്ചവടക്കാരനും മറ്റേ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിയവൻ IT ഇൻഡസ്ട്രി എടുത്ത് കഴിഞ്ഞാൽ അവന്റെ നിന്ന് ഫണ്ട് എടുത്ത് ബിസിനസ് ചെയ്യണവന്റെ കാര്യം പൊക്കണം. അപ്പൊ ഈ ബാക്ക് പേപ്പർ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയും. അപ്പൊ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ മിക്ക കമ്പനികളും ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ബാക്ക് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോ ബാക്ക് പേപ്പർ വന്നു കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി തുടങ്ങിക്കളയാം. ഇങ്ങനെയാണ് കുറെ കമ്പനികൾ തുടങ്ങുന്നത്. അതിൽ തന്നെ ഫുൾ ബാക്ക് ഉണ്ട്, ഹാഫ് ബാക്ക് ഉണ്ട്, ഫോർവേഡ് ഉണ്ട്. അപ്പൊ ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ 20 ബാക്ക് പേപ്പറിന് അപ്പുറത്തുണ്ടാവും. അപ്പൊ പിന്നെ അവൻ ഒരിക്കലും അവൻ അടുത്ത കാലത്തൊന്നും എഞ്ചിനീയറിംഗ് പാസ്സാണ്. അപ്പൊ അവന് വീര്യം കൂടും. അത് കഴിഞ്ഞിട്ട് ഹാഫ് ബാക്ക് ഉണ്ട്. അവൻ എങ്ങനെയെങ്കിലൊക്കെ ഒരു 2 കൊല്ലമൊക്കെ സഹിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അവൻ ഇത് ചെയ്യും. ഏതാ വല്ല TCSലോ വിപ്രോയിലൊക്കെ കയറും. എന്ന സ്ഥാനത്ത് ഈ മറ്റേ ഇവൻ എത്രയും പെട്ടെന്ന് ഇത് പഠിച്ചു വല്ല IIMലൊക്കെ പോയി, അല്ല IIMൽ അവന്റെ MBA ഒക്കെ പഠിച്ച എവിടെയും പോകും ഫോർവേഡ്. അപ്പൊ ബാക്ക് പേപ്പർ ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഒരു ക്ലാസ്. ഓക്കെ, അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കരിയർ ക്രൈസിസ് ഓണ്ടർപ്രണർഷിപ്പ്. അതായത് ജോലിയൊന്നും കിട്ടണ്ടല്ലോ, എന്തായാലും നമുക്ക് തുടങ്ങിക്കളയാം. ഇതാണ്. അപ്പൊ കുറച്ച് കൂട്ടുകാരൊക്കെ ഇപ്പൊ കരിയർ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെക്നോളജി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്നോളജിയിൽ പിടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കോഡ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ആർക്കിടെക്ട് ചെയ്യാൻ പറ്റണം, പ്രോഗ്രാമിംഗ് മോഡൽ അറിയണം, ഡിസൈൻ അറിയണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കൺസൾട്ട് ചെയ്യാൻ പറ്റണം, സ്ട്രാറ്റജിക് ആയിരിക്കണം. അങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി അങ്ങനെയുള്ളവർക്ക് കോഡ് ചെയ്യാൻ അറിഞ്ഞു. അപ്പൊ ശരത്തിനോട് ഒരു ദിവസം ഞാൻ ചോദിച്ചേ, എന്താ പറഞ്ഞു? ഇല്ല അല്ല അമൃതര, ഞാനും വൈശാഖ് ബാബു ഒക്കെ ഫുൾ ബാഗ് ആണ്ടാ. അവരെ ഒരാൾ മിഡാസ് ടച്ച് ആയിട്ടുള്ള ഒരാൾ വന്ന് എത്തിച്ചെടുത്തു. അപ്പൊ മനസ്സിലായ ബാക്ക് പേപ്പർ ഓണ്ടർപ്രണർഷിപ്പ് ആരോട് എനിക്കൊരു പ്രത്യേക മമതയുണ്ടെന്ന്. ഓക്കെ, അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പോണവരൊന്നും ഇപ്പൊ മറ്റവരുടെ ഒക്കെ കേസ് ഓക്കെ, അവരുടെ ആ പേപ്പർ എഴുതി എടുക്കാനുള്ള ടൈം തള്ളി നീക്കാന്നുള്ളൊരു ഇതിലാണെന്ന് വിചാരിക്കാം. പക്ഷെ അല്ലാണ്ട് പോണവര് ഈ ഫീസിബിലിറ്റി സ്റ്റഡി ഒന്നും കേട്ടിട്ടുണ്ടാവൂലേ? അവര് പഠിക്കണാണുള്ളത്. ഞാൻ ചോദിക്കട്ടെ, IT ഇൻഡസ്ട്രിയിൽ സ്വന്തം റിട്ടേൺ ഫയൽ ചെയ്യുന്ന എത്ര പ്രോഗ്രാമേഴ്സിനെ അറിയും? ഈ 10 കൊല്ലം, അതായത് ആകെ എണ്ണം നമുക്ക് വേണമെങ്കിൽ. അല്ല അത് മാത്രമല്ല, ഫീസിബിലിറ്റി സ്റ്റഡി എന്നൊക്കെ കോസ്റ്റ്ലി അഫെയർ ആണ്. ഇൻഡ്യൂഷൻ വെച്ചല്ലേ പലതും തുടങ്ങാൻ പറ്റുള്ളൂ. അല്ല, ഒരു സംഭവത്തിന്റെ മാർക്കറ്റ് എങ്ങനെ ഇരിക്കുമെന്നും അതിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതും ഏത് തരം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു ഏകദേശ ഐഡിയ കിട്ടില്ലേ? അല്ല, അവിടെയാണ് ഞാൻ അതിലോട്ട് വരാം. അതായത് ഇതിപ്പോ എന്താന്ന് പറയാമോ, ഈ ഒരു ദിവസം USTയുടെ അന്നത്തെ CEO ഒരു ടോക്ക് നടത്തി. അതായത് ഓക്കെ, ഇൻ ദ ഷോർട്ട് റൺ ഓക്കെ വി ആർ പ്ലാനിങ് യു വിൽ ഗെറ്റ് ലിക്വിഡിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ യാടാണ് മേടിച്ച് സംസാരിക്കും. അപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ആർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവിടെയുള്ള ഒരു വലിയ ബെയിലാണ്. ഞാൻ നോക്കിയിട്ട് അത് ഭാഗികമായിട്ട് മനസ്സിലാക്കിയവരേ ഉള്ളൂ. ഫുൾ മനസ്സിലാക്കിയ ആരുമില്ല. ഇനി
അപ്പൊ ഈ ഒന്നാമത് ഒരു കാര്യമുണ്ട്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവന് ടെക്കി ആവാൻ പറ്റില്ലല്ലോ അല്ലെ, ഇവിടെ കിട്ടിയ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചിയിലൊരു ഫേമസ് പുള്ളിയുണ്ട്, ഞങ്ങളുടെ ഗുരു. പുള്ളി ബിസിനസ്സിൽ സക്സീഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബിസിനസ് പാർട്ട്ണർ പുള്ളിനെ ഒരു കൊക്കൂണിൽ അടച്ചു. ആ ബിസിനസ് പാർട്ട്ണറിനെ എടുക്കുക, ആ ബിസിനസ് വലുത് പൊങ്ങിയത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ടെക്നോളജി ചെയ്തിരുന്നേനെ. അപ്പൊ ബാക്ക് പേപ്പർ ഓണ്ടർപ്രണർഷിപ്പ് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. നെക്സ്റ്റ് കരിയർ ക്രൈസിസ്. അപ്പൊ കരിയർ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും കിട്ടില്ല, അപ്പൊ അങ്ങനെ നമുക്ക് തുടങ്ങിക്കണേ. അങ്ങനെ തുടങ്ങി വിജയിച്ച കമ്പനികളൊക്കെ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഇത് തന്നെ. പിന്നെ സോഷ്യൽ പ്രഷർ ഓണ്ടർപ്രണർഷിപ്പ്, ഇതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത്. ഈ സെഷൻ ഉണ്ടാക്കാൻ തന്നെ കാരണമാണ് തുടങ്ങിയില്ലേ എന്ന് ചോദിക്കും. ഓ നിന്റെയൊക്കെ നോളജ് ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ വെല്ലോനും വേണ്ടി പണിയെടുക്കാന്ന് പറയും. വെറുതെ വെല്ലോനും വേണ്ടി പണിയെടുത്താലും ഗുണതറ ഏത് സമയത്ത് ആ പണി നിർത്താൻ കമ്പനി തുടങ്ങിയിട്ട്. ഇതിപ്പേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈ കാമുകിമാരിയാ മറ്റേ എന്താ പറയാ ജോലി എന്ന സ്ഥലത്ത് ഭാര്യമാരിയാ മറ്റേ ഓണ്ടർപ്രണർഷിപ്പ്. നമുക്ക് ഭാര്യയായിട്ട് ബസ്സിൽ വെച്ച് ഉടക്കി കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റും. ഇവിടെ അപ്പൊ അതേമാതിരി. അപ്പൊ വൺസ് ഈ ന്യൂക്ലിയർ റിയാക്ടറിന് ഒരു അനലോജി പറയാറുണ്ട്. ഇപ്പൊ ചെർണോബിലാണെന്ന് തോന്നുന്നു, ന്യൂക്ലിയർ റിയാക്ടർ തുടങ്ങാൻ 6 കൊല്ലം എടുക്കുള്ളൂ, 6 മാസം എടുക്കുള്ളൂ. എന്താ പൂട്ടാൻ 112 കൊല്ലം എടുക്കുള്ളൂ അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ ഈ സോഷ്യൽ പ്രഷർ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം തുടങ്ങി അപ്പൊ ആരെങ്കിലൊക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൈസ ഉള്ള ആൾക്കാർ ഇങ്ങനെ നടക്കുക അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ പെടുത്തും. എന്നിട്ട് അവര് ഫുൾ പൈസ ഇറക്കൂല, നമ്മുടെ സ്കിന്നിന്റെ ഗെയിം നേടണ്ടാവും. അതായത് നമ്മുടെ സ്കിൻ ഗെയിമിലേക്ക് താഴ്ത്തുവാന്മാര് ഭീഷണി വരെ തരും, പിന്നെ ഊരാൻ പറ്റില്ല. കിട്ടിയ അപ്പൊ പലപ്പോഴും ഒരു ഓണ്ടർപ്രണറിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാള് കുറച്ചാൾ കഴിഞ്ഞാൽ തോക്കാൻ പ്രാർത്ഥിക്കുന്നതല്ല. അപ്പൊ നമുക്ക് ഊരി പോവാം. അല്ല ഇത് മറ്റേ കൊച്ചിയിലെ ഒരു കമ്പനിയില് മറ്റേ VP-നെ കൊണ്ട് ലോൺ എടുപ്പിച്ച് BMW കാർ എടുപ്പിച്ചിട്ടുണ്ട്. അല്ല അതൊരു ഭയങ്കര പ്രശ്നമാണ്. എന്നോട് ഏറ്റവും വലിയ കലി എന്താണെന്നറിയാമോ? ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തുട്ടാ. അപ്പൊ അവിടെ M4 ആൻഡ് എബവ് ഉള്ളവർക്കാണ് ലീസ്റ്റ് കാർ ഫെസിലിറ്റി ഉള്ളത്. അപ്പൊ എന്നെ നോ EMI M4 എന്നാ വിളിച്ചിരുന്നത്. അതായത് ആ കമ്പനിയുടെ ചരിത്രത്തില് ആ ലീസ് കാർ ഫെസിലിറ്റി എടുക്കാത്ത EMI ഇല്ലാത്ത ഏക M4 ആള് ഞാനായിരുന്നു 2004. പിന്നെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫ്ലാറ്റ് എടുത്തൂടെ. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലുറി വെരി ഗുഡ് ലൈഫ് ഓക്കെ കാണിക്കാം. അപ്പൊ ഈ സോഷ്യൽ പ്രഷറിൽ ഇതിന്റെ ഉള്ളിൽ പെട്ട് ഈ ജീവിതം തുളയ്ക്കുന്ന ഓണ്ടർപ്രണേഴ്സിനെ ഞാൻ കുറെ കണ്ടു. അപ്പൊ സോഷ്യൽ പ്രഷർ ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ ഈ ബോസന്മാര് ലോണൊക്കെ എന്താ പറയാ, ഈവൻ മൈക്രോസോഫ്റ്റ് എസ്കോട്ടിനെ വിടുന്നു IC ആയി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിന്റെ സ്ലീസ് എന്താന്ന്. ഓക്കെ, ഇനി അടുത്തതാണ് ഈ ക്യാൻ അഫോർഡ് ഫെയിലിയർ ഓണ്ടർപ്രണർഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുതലാളിയുടെ മോനൊക്കെ ആയിരിക്കും, വീട്ടിലൊക്കെ പൈസ ഉണ്ടാവും. അപ്പോ മേൽവിലാസത്തിന് വേണ്ടി എന്താ പറയാ ബിസിനസ് തുടങ്ങും. അങ്ങനെ വിജയിക്കുന്നതാണ് 4ാമത്തെ ക്ലാസ്. അപ്പൊ ബാക്ക് പേപ്പർ, കരിയർ ക്രൈസിസ്, സോഷ്യൽ പ്രഷർ, ക്യാൻ അഫോർഡ് ഫെയിലിയർ ഓണ്ടർപ്രണർഷിപ്പ്. അടുത്തതാണ് ഏറ്റവും അതിലും കുറച്ചുകൂടി ബി സ്കൂൾ ഓണ്ടർപ്രണർഷിപ്പ്. ഓ ഞാൻ IIM പഠിച്ച, ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് പിച്ച് സം ഐഡിയാസ് ആൻഡ് ഗെറ്റ് സം ഫണ്ട്. അപ്പൊ ബി സ്കൂളിൽ പഠിച്ചുകൊണ്ട് കമ്പനി തുടങ്ങണം. അങ്ങനെ അയാൾ IIM ആളാണ്, അയാൾ INSEAD പഠിച്ചാണ്, ഹാർവർഡ് സ്റ്റാർട്ട് ചെയ്താണ്. അങ്ങനെ കമ്പനി തുടങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഐഡന്റിറ്റി ഡ്രിവൺ ഓണ്ടർപ്രണറൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത്. അതിന് ഞാൻ ഐഡിയ എന്ന് വിളിക്കുന്നു. ഐഡന്റിറ്റി ഡ്രിവൺ ഓണ്ടർപ്രണറൽ ആർക്കിടെക്ചർ. അത് സ്വയം തൊഴിൽ കണ്ടെത്തലിനെ ഗ്ലോറിഫൈ ചെയ്തതാണ്. മനസ്സിലായില്ലേ? അത് ഈ പദം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാല്, എനിക്ക് പരിചയമുള്ള ഒരു പുള്ളിക്ക് ആലുവ ചന്തയിൽ ഒരു ഷോപ്പുണ്ട്. അപ്പൊ അന്ന് 2004 പുള്ളി മാസം ഒരു 9,000-12,000 രൂപ ലാഭം ഉണ്ടാക്കിയാലായി. അപ്പൊ എന്ന സ്ഥലത്ത് പുള്ളിക്ക് ആ സ്ഥാപനം ഏതാണ്ട് 9,000 രൂപയ്ക്ക് വാടകയ്ക്ക് പോകും. ഇവിടെ കിട്ടിയ അപ്പൊ പുള്ളിക്ക് അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു, എടാ ഞാൻ കൊടുക്കാൻ തന്നെ, പിന്നെ ഞാൻ എവിടെ പോയിരിക്കും?
അപ്പൊ ഈ ഈ ഐഡന്റിറ്റി ഡ്രിവൺ ആണ് ഈ മിക്ക എന്താ പറയാ ഗൾഫുകാർ റിട്ടേൺ ആകുമ്പോ ബന്ധുക്കളെ പിടിച്ചിരുത്തി മറ്റേ ബിസിനസ്സും കൊണ്ടുപോകും. ചിലപ്പോ വേറെയും കുറെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതാണ് ഐഡന്റിറ്റി ഡ്രിവൺ. പിന്നെ ഏറ്റവും വലുത് ആക്സിഡന്റൽ ഓണ്ടർപ്രണർഷിപ്പ് ആണ്. എന്നുവെച്ചാല് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്, അത് സ്കെയിൽ ആവും. അപ്പൊ ഞാൻ അന്ന് 2016 കേരളത്തിനെ അപേക്ഷിച്ച് ഞാൻ 7 ക്ലാസ് ഐഡന്റിഫൈ ചെയ്തതാണ്. അപ്പോ ഇതിന്റെ എല്ലാത്തിലും ക്യാച്ചും ഇതൊക്കെ ഉണ്ട്. സി ഏത് ബിസിനസ്സാണ് സക്സീഡ് ചെയ്യണേ? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിനെ അവന്യൂ നോക്കി നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ പോർട്ട്ഫോളിയോ അപ്രോച്ചിൽ പൂൾ ചെയ്ത് പല സ്ഥലത്ത് പൈസ ഇടുമ്പോ ചില ബിസിനസ്സസ് ഒക്കെ ഇതാവും. ഞാൻ നോക്കിയിട്ട് പൈസ ഇടുന്നവന് പൈസ പോണതായിട്ട് കണ്ടിട്ടില്ല, പൈസ സ്വീകരിക്കുന്നവനും ആത്മഹത്യ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഈസ് ഇറ്റ് വെൽ വർത്ത് ദി എഫേർട്ട് ഫോർ മോസ്റ്റ് പീപ്പിൾ? ഡെഫിനറ്റ്ലി നോട്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഫെയിലിയർ ഉണ്ടായിരുന്നു വെച്ചോ, ഓണ്ടർപ്രണർഷിപ്പിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ SME എങ്ങനെ പെരുമാറുന്നു ഈ നോക്കാം. എല്ലാ SMEയും എന്താന്ന് വെച്ചാല് ഒരു ഗ്രാമീണ ചരിത്രം നഷ്ടപ്പെട്ട ഗ്രാമീണ വനിതയായിരുന്നു. ഒരു ഫെയിലിയർ ഒന്നും അവന് താങ്ങാനൊന്നും പറ്റുന്നില്ല. അവർ പതുക്കെ കോർപ്പറേറ്റ് ജോബിലോട്ട് പോകും, ഇല്ലെങ്കിൽ എന്തൊരു നെക്സ്റ്റ് ഇന്റഗ്രേറ്ററിന്റെ കൈവിടും. മനസ്സിലായില്ലേ? അതായത് അവന്റെ കൂടെ വീണ്ടും ഈ ഇന്റഗ്രേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ഗേൾ മാതിരിയാ, 1 നൈറ്റ് സ്റ്റാൻഡ് ആണ്. അടുത്ത ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകും. ഇനിയിപ്പോ കോർപ്പറേറ്റിൽ പോയാണെങ്കിൽ തന്നെ അവർ ഓപ്പറേഷൻ റോളിലും VP വലിയ വലിയ ആൾക്കാരൊക്കെ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇന്റഗ്രേറ്റഡ് ടെമ്പർമെന്റ് ആയിട്ട് ജനിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്റഗ്രേറ്റഡ് ടെമ്പർമെന്റ് ഉള്ളവന് ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്ന സ്ഥാനത്ത് SME ടെമ്പർമെന്റ് ഉള്ളവന് അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ ഇപ്പോ ഇതിലുള്ളൊരു പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രാഹുൽ ബജാജ് മരിച്ചുപോയി. പുള്ളിക്ക് മറ്റേ ഓട്ടോമൊബൈൽ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഞ്ചുവാടിയിലുള്ള പുള്ളിയുടെ പ്ലാന്റിന്റെ VP ആ. അതിന്റെ അടിയിൽ അയാൾ കാണുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ നോക്കിക്കോണം, മിക്ക ഇൻഡസ്ട്രിയൽ ഹൗസസിനും അവർക്കൊരു ഫിനാൻസ് വിങ് ഉണ്ട്, ബജാജ് ഫിനാൻസ് അങ്ങനെയൊക്കെ. എന്ന് വെച്ചാല് ഇപ്പൊ അത് ഹോട്ടൽ വ്യവസായത്തിൽ കാണാം. ഒരാൾ തട്ടുകട തുടങ്ങും, കുറച്ച് കഴിയുമ്പോ അയാൾ ഹോട്ടലാവും. അപ്പൊ ഹോട്ടലുകാരൻ എന്ത് ചെയ്യും? അയാൾ കാറ്ററിംഗ് ആളാവും. അങ്ങനെ ആൾക്കാരിങ്ങനെ മൂവ് ചെയ്യാണ്. മനസ്സിലായില്ല? അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ആവും. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഈ എല്ലാ സബ്ജക്റ്റിലും പിന്നെ ഈ അംബിസ്വാമി ടൈപ്പ് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോ കൂട്ടുവരെയൊക്കെ നടത്തുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ ഈ ഗെയിമിലൊക്കെ ഗെയിം ക്ലോൺ ചെയ്യൂലേ, അതേമാതിരി അവരുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കും വേറെ. ഏത് അപ്പൊ തൃശ്ശൂർ എവിടെ ഊണ് നടന്നാലും അംബിസ്വാമിന്റെ അവിടെ നിന്ന് ഊണ് കൂടും. ആ ടൈപ്പ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ ക്യാച്ചസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ വിജയിച്ചാൽ തന്നെ ഈ നമ്മൾ കേൾക്കുന്ന കഥകളൊന്നും അല്ല. എന്ന സ്ഥാനത്ത് പ്രോഗ്രാമിങ്ങിലും പ്രശ്നം എന്താണ് നോക്കുമ്പോൾ ഗ്രോത്ത് കാണുന്നില്ല. അപ്പൊ അതിന് എന്റെ ആഹ്വാനം എന്താ വെച്ചാൽ പുതിയ ഡിമാൻഡ് ഉണ്ടാക്കുക എന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്, DSL ഇങ്ങനത്തെയൊക്കെ മാർക്കറ്റ്, ഇപ്പൊ ഇവൻ കൺസൾട്ടിങ് തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ 4 കൊല്ലത്തോളം ഒരു എന്താ പറയാ 45 ദിവസം മിനിമം മുതൽ 3 മാസം വരെയുള്ള കുറേ കൺസൾട്ടിങ് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് പല കമ്പനികളും. അപ്പൊ ഞാനൊരു കൺസൾട്ടിങ് കൾച്ചർ വളർത്തിയെടുക്കുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റില്ല, കാരണം ഇപ്പൊ ബാംഗ്ലൂരിൽ കിട്ടൂല, പെണ്ണ് കിട്ടൂല, അങ്ങനെ 100 കൂട്ടം സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർലൻഡ് ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ഉണ്ട്, പുള്ളിയെടുത്ത് ഒരു പുള്ളി ചോദിച്ചു, ഓക്കെ ഐ എം എ ഗുഡ് ടെക്നിക്കൽ പേഴ്സൺ, what if I am not able to balance the account or do balance sheet analysis or do P&L? What should I do then? അയാൾ പറഞ്ഞു ഫിൽപേ ഖാൻ എന്നാണ് എൻ്റെ പേര്. ഫിൽപേ ഖാൻ പറഞ്ഞു then you should continue as an engineer. As far as I am concerned, leading a life of an engineer is one of the noblest thing I have done in my life. Had I didn't start Borland accidentally, I would have still continued as an engineer. അത് 2007-ലോ 2006-ലോ കണ്ട് കമ്പ്യൂട്ടർ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഒരു ടോക്കിൽ കണ്ട്. അതോടെ ഞാൻ ഉറപ്പിച്ചു, ഓക്കെ ദാറ്റ്സ് ദി വേ ടു ഐ എം എ ബോൺ SME, ഐ വിൽ ഡൈ ആസ് എൻ SME. അപ്പൊ എന്തൊറ്റെന്ന് വെച്ചാല് അപ്പൊ ആൾക്കാർ പറയുന്നത് നിനക്ക് പേയ്മെന്റ് കുറവാണ്, നിനക്ക് റെലവൻസ് ഇല്ല, ഇൻഡസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഓണ്ടർപ്രണർ ആയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓണ്ടർപ്രണർഷിപ്പ് വെറും പൊട്ടത്തരമാണ്. നന്നായി പ്രോഗ്രാം ചെയ്യാൻ പഠിക്കുക,
ഈ കണ്ടന്റഡ് ലൈഫ് വായിക്കുക, പുസ്തകമൊക്കെ വായിച്ച് അതിൽ കൂടി അങ്ങ് നടക്കാം. ഏത് സമയത്തും പുതിയ എംപ്ലോയറിന്റെ അടുത്തേക്ക് കണ്ടുപിടിക്കാനുള്ള കണക്ഷൻസ് ഉണ്ടാക്കുക. ഒരു 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 സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. മിക്ക ടെക്കീസ് ഇൻ കേരള, ഫോർ എക്സാമ്പിൾ ഓൾ ഓവർ ദ വേൾഡ്, അവരൊരു PSC എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്. PSC എക്സാം എന്ന് പറഞ്ഞാൽ കുറേ ഡാറ്റ സ്ട്രക്ചർ പഠിക്കും, കുറേ അൽഗോരിതം പഠിക്കും, കുറേ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിക്കും. അങ്ങനെ പഠിച്ച് അവിടെ ഇവിടെയൊക്കെ കയറും. ചിലർ പറയും, ചിലരാണെങ്കിൽ IAS ട്രൈ ചെയ്യും, അതാണ് ഈ ഫാൻ കമ്പനിയിൽ ട്രൈ ചെയ്യാൻ സിസ്റ്റം ഡിസൈൻ, അതും ഇത് ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ ഡിപ്ലോമാറ്റ് ആവും, പക്ഷെ എനിക്ക് പരീക്ഷ എഴുതാൻ വയ്യ, ഞാൻ അവരുടെ സിലബസ് പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് ദി വേൾഡ് ആണ്. നാട്ടിലുള്ള മറ്റേ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് മറ്റേ കാലറ്റ് അടിക്കാം, ഐവി ലീഗ് ആൾക്കാരെ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് അവരെ ടാക്കിൾ ചെയ്യും. അപ്പൊ പിന്നെ യു ക്യാൻ ഗെറ്റ് ബെസ്റ്റ് ഓഫ് ദി ബോത്ത് വേൾഡ്സ്. അപ്പൊ എന്റെ അനുഭവം അതാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഒരു പരിധിക്ക് ഡോണ്ട് ഗ്രോ വിൽഫുൾ പോവർട്ടി, ദാറ്റ് സീംസ് ടു ബി ദ ബെസ്റ്റ് സ്ട്രാറ്റജി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന് പള്ളു വിളിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് വെൽ വർത്തി എഫർട്ട്. ഇപ്പൊ സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്യിൽ വെച്ചിരിക്കുക, സക്സസ് ആണ്. മനസ്സിലായില്ലേ? ഡോണ്ട് കൺവിൻസ് മീ ദാറ്റ് ഇറ്റ് ഈസ് എ നോബിളസ്റ്റ് ആക്ട്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഓക്കെ പ്രോഗ്രാമിംഗ് ഈസ് ഐദർ, ബട്ട് പ്രോഗ്രാമിംഗ് ഈസ് അറ്റ്ലീസ്റ്റ് ലെസ് വയലന്റ്. പിന്നെ അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 2017 പറഞ്ഞു, ഒരാൾ പറഞ്ഞ് ഞാൻ പല കാര്യങ്ങളും ചെയ്യില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് നിന്റെ ബോസ് നിനക്ക് വേണ്ടി ചെയ്യണ്ട, അവരെ നിനക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, either you have to be a criminal yourself or you have to side with a criminal like XXX. ആ എക്സ് എനിക്ക് ഒരു പേരാ ഉപയോഗിച്ച, ഞാൻ ആ പേര് വിട്ട് ഉപയോഗിക്കും. അപ്പോ ഈ എന്താ പറയാ, ക്ലയന്റ് സർവീസിങ്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഈ ബിസിനസ് ചെയ്യുമ്പോൾ. അത് ഞാൻ ക്ലയന്റ് സർവീസിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് എനിക്ക് മോറൽ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല, അത് ഇറ്റ്സ് എ റിയാലിറ്റി ഓഫ് ബിസിനസ്. അതായത് കാസ്റ്റിംഗ് കൗച്ച് മാതിരി ഇവിടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാണ് നമ്മള് ഈ അത്രയും ഞാൻ പറഞ്ഞില്ല, ചില ഹതവാകന്മാർ ഇപ്പൊ ഷേക്സ്പിയറിന്റെ ലിറ്ററേച്ചറോ മറ്റേ സോണറ്റ് ഒക്കെ വായിക്കാനുള്ള യോഗമില്ലാത്തവർ ബിസിനസ്സുകാരായിക്കോളും. നിങ്ങളതൊക്കെ വായിച്ച് മാക്ഡഫും അതിന്റെ ലിറ്റററി മാർവലും എന്താ പറയാ ലൈഫിന്റെ നൈസിറ്റീസും എന്താ പറയാ ഈ വീക്കെൻഡ്സിൽ ചായ കുടിക്കുക, ഇവന്റിന് പോവുക, അടിച്ചു പൊളിക്കാം. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഫിനാൻഷ്യലി നമുക്ക് രക്ഷപ്പെടാം, നമുക്കൊരു ഇതിലേക്ക് പോവാം. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറവല്ലേ? അതായത് ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ പറയണ വെച്ച് കഴിഞ്ഞാല് ഈ ഞാനൊരു 1000 കോടി രൂപ ഉണ്ടാക്കണതിനൊക്കെ കൂടുതൽ ഇമ്പാക്ട് എന്റെ ലൈഫിൽ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചുറ്റുള്ള സൊസൈറ്റി. ഞാൻ കൂളായിട്ട് ഞാൻ എന്നെ വിളിക്കുന്നത് സ്ട്രീറ്റ് പ്രോഗ്രാമർ എന്നാണ്. സ്ട്രീറ്റ് പ്രോഗ്രാം, അതായത് ഈ വരേണ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാതെ ഉദരപൂരണത്തിനായി IT തിരഞ്ഞെടുത്ത കുറേ ലക്ഷം ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ സ്ട്രീറ്റ് പ്രോഗ്രാമേഴ്സിന് ആണ് ഈ എൻ്റെ ആഹ്വാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോ എന്താ പറയാ, ഞാൻ 100-300ഓളം വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 10-200 വരെ മെന്റർ ചെയ്തിട്ടുണ്ട്. ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ലോട്ട് ഓഫ് IT പ്രൊഫഷണൽസ് ആൻഡ് ഈവൻ പല ഈ സിസ്റ്റങ്ങളും ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുന്നതിലൊക്കെ വളരെ പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ ക്രെഡിറ്റ് കിട്ടിയിട്ടില്ലെന്നുള്ളൂ. ബട്ട് ഐ ഹാവ് ക്രിയേറ്റഡ് മോർ ഇമ്പാക്ട്. അത് നിങ്ങൾക്കാണെങ്കിലും പറ്റൂന്ന് ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക രീതിയിൽ നടക്കുകയാണെങ്കിൽ. അപ്പൊ പിന്നെ മറ്റേ കേരളശ്രീ ഒന്നും അതുകൊണ്ടാവാൻ പറ്റില്ല. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അതായത് നമുക്ക് ഒരാളെ IT ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അയാൾക്കൊരു ഇത് വേണമല്ലോ അങ്ങനത്തെ സംഭവത്തിൽ. എസ്പെഷ്യലി അയാൾക്ക് ഓൾറെഡി ഒരു ജോബ് ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് IT ഫീൽഡിലോട്ടൊന്നും വരാനൊന്നും പറ്റില്ലല്ലോ. നമുക്കിപ്പോ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിന് സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് ബെറ്റർ അല്ലേ? അയാൾക്ക് ഒരു ബെറ്റർ ജോബും കിട്ടും, അയാളുടെ ഫിനാൻഷ്യൽ ഇതും നല്ലതാവും, നമുക്കൊരു
അല്ല, ഞാൻ കുറച്ചും കൂടി ഒരു ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ഈ IT പ്രൊഫഷണൽ ആവാൻ മെന്റർ ചെയ്തിട്ട് IT പ്രൊഫഷണൽ ആവാതെ നല്ല IT എനേബിൾ സർവീസസ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. And they couldn't actually scale up to IT, പക്ഷെ they could actually do well in other things. പിന്നെ അങ്ങനെ മെന്റർ ചെയ്തിട്ട് അവരുടേതായ റെസ്പെക്റ്റീവ് തൊഴിലിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അൺയൂഷ്വൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ 4-5 പേർക്ക് റാസ്ബെറി പൈ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ പ്രോഗ്രാമിങ്ങിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് 2013-14. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് യു ക്യാൻ ഇൻഫ്ലുവൻസ് സൊസൈറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞേ എന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാരനെ ചലഞ്ച് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു. വളരെ നമ്മുടെ നാട്ടിൽ എത്ര പേര് ഒരു അതർ കൾച്ചേഴ്സ് എന്നുള്ള ആൾക്കാരുടെ അടുത്ത് അതിനു വേണ്ടി ഇതിപ്പോ ഞാനിപ്പോ ബിസിനസിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഞാൻ ഈ 10-day MBAയും ഈ എന്താ പറയാ ഈ പേഴ്സണൽ MBAയും അതേമാതിരി തന്നെ മാനേജ്മെന്റ് ലിങ്കോ ഫോളോ ചെയ്യുന്നതും ഞാൻ ഉപയോഗിക്കുന്ന ആള് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോ സിസ്റ്റം ഇന്റഗ്രേറ്റേഴ്സിന്റെ അടുത്താണ് ഞാൻ ഓഫ് ലൈറ്റ് വർക്ക് ചെയ്തായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയാ, പ്രോഗ്രാമേഴ്സിന് ഒരു ലോ സെൽഫ് വർത്ത് ഉണ്ട് അക്രോസ് കേരള. അത് എല്ലാ ഇന്ത്യയിലുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതൊരു നല്ല നിങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ആദ്യം ഐ എം നോട്ട് സെയിങ് ദാറ്റ് ബി ഇൻസ്പയർഡ് ഫ്രം മീ. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫോർ സം റീസൺ ഹയറാർക്കിക്കൽ ആയിട്ടാണ് നമ്മളുടെ കമ്പനി ഓർഗനൈസ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ഒരു മാസ്റ്റർ സ്ലേവ് മോഡലാണ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് ചിലപ്പോൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സിന് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരിവിടുന്ന് ഒക്കെ പഠിച്ച് വിദേശത്തൊക്കെ പഠിച്ച് അവിടെ പോയിട്ട് ലീഡർ ഫോളോവർ മോഡലിൽ ടൈല കയറുന്ന മനസ്സിലായില്ലേ? അപ്പോ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ അവൻ ടോർസോ എത്തുമ്പോഴേക്കും അവന്റെ മൂക്കിൽ പല്ല് വരും. ഇവിടെ അവന് അധികാരം കൈകളിയും പരിചയമുണ്ടാവില്ല. എന്ന സ്ഥാനത്ത് ഇവിടെ നിന്ന് അവൻ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവൻ പവർ സ്ട്രക്ചേഴ്സ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. പിൽക്കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ US സക്സീഡ് ചെയ്യണത് IIT പഠിച്ചവരോ ആദ്യം H1 പോയവരല്ല. ഇന്ത്യയിൽ ഒരു 10 കൊല്ലം വർക്ക് ചെയ്ത് L1 വഴി, അതായത് L1 L2 വഴി ഇന്റർ കമ്പനി ട്രാൻസ്ഫർ വഴി അവിടെ പോയവർക്ക് they do really well in America, UK, everywhere you go. അതൊരു ഞാൻ എഴുതിത്തരാം. അത് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുന്ന വെച്ചാല്, എന്റെ കാലഘട്ടത്തിൽ ആദ്യ കാലങ്ങളിൽ പോയവരൊക്കെ പലരും മേക്ക് എനിത്തിങ്. മനസ്സിലായില്ലേ? അവർക്ക് ഒരു ഐഡിയ ഇല്ല, അതായത് എങ്ങനെ വേൾഡ് നാവിഗേറ്റ് ചെയ്യാം. അവർ ഏതൊരു ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പുള്ളിയുണ്ട്, അന്യൻ ചേഞ്ചേട്ടൻ എന്ന് വിളിക്കുന്നത്. പുള്ളി 1988 സൗദി അറേബ്യ പോയതാ. പിന്നെ പുള്ളി 96 വന്നത്. ആ 8 കൊല്ലം പുള്ളിയുടെ ലൈഫിൽ ബ്ലാങ്ക് ഔട്ടാണ്. അപ്പൊ ആ ഇടയ്ക്ക് പണ്ട് പുള്ളി തോണ്ടിയിരുന്ന പിള്ളേരും അന്ന് പുള്ളീനെ ചേട്ടാന്ന് വിളിച്ചിരുന്നവരൊക്കെ അവരുടെ സ്വഭാവമൊക്കെ മാറിയത് പുള്ളിക്ക് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല? അതിപ്പോ പലരും ഈ എന്താ പറയാ ഈ UK-യിലും US-യിലൊക്കെ മലയാളി സമാജത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ അത് ഒരു വലിയ വലിയ പ്രശ്നമാണ്. അത് ഇതിപ്പോ നിങ്ങൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു പ്രോപ്പർ ഗ്രാജുവേറ്റ് ആയിരുന്നു, ഇതുവരെ ഞാനും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എനിക്ക് മനസ്സിലായത്. നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ നമ്മ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് ഇന്റലക്ച്വലി ക്ലൈംബ് ചെയ്യാൻ പറ്റൂലേ, നമ്മുടെ നോർമൽ നേച്ചറിന് അഗൻസ്റ്റ് ആണെങ്കിൽ പോലും. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനൊരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ഇൻ മെനി സബ്ജക്ട്സ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു അറ്റ്ലീസ്റ്റ് ഒരു പോളിമാത്ത് ലെവൽ ഞാൻ പല സബ്ജക്ട്സിൽ, ഇപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെങ്കിലും മിഡിൽ വെയർ ആണെങ്കിലും അതിന് ഞാൻ തെറിവിളി മുതൽ ശത്രുത അല്ലാതെ എനിക്ക് ഉണ്ടാവാറില്ല. സംടൈംസ് ഐ തിങ്ക് വൈ ഷുഡ് ഐ ഡു ഇറ്റ്. അതിപ്പോ എന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയാ ഈ നിങ്ങൾ വിധേയൻ എന്ന് പറഞ്ഞ മലയാള സിനിമ ഉണ്ടാണ്. വിധേയനില് അപ്പൊ മമ്മൂട്ടിയാണ് ഭാസ്കര പട്ടേൽ, ഗോപകുമാറാണ് തൊമ്മി. അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ കേരളത്തിലെ മിക്ക പ്രൊഫഷണൽസ് ഐദർ അവർ തൊമ്മികളാണ്, പെർഫെക്റ്റ് തൊമ്മികളാണ്, അല്ലെങ്കിൽ അവർ പട്ടേലർ ഹു ഈസ് തൊമ്മി ടു അതർ പട്ടേലേഴ്സ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല്, നിങ്ങളിപ്പോ ഒരു ന്യൂ കിഡിന്റെ ബ്ലോഗായിട്ട് അവിടെ ചെല്ലുന്നു,
ഏയ് ആ പട്ടേലറിന്റെ പകുതി പിന്നെ ഉണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾ ആ പട്ടേലറിനെ അടിക്കാനുള്ളത് ഐക്കണോക്ലാസ്റ്റ് ആയാലും നിങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റും. നിങ്ങളെ ഉം. ആൾക്കാരെ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. എന്ത് ചെയ്യും? ഇത് വെറുതെ ആവശ്യമുണ്ട് ഓടിപ്പോകുന്നതല്ലത്. ഉം. ഉം. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നോക്കി ഇവിടുത്തെ മെൻഡറിങ്ങിലൊക്കെ ഉണ്ടാ ഭാസ്കര പട്ടേലർ, തൊമ്മി, അടൂർ ഗോപാലകൃഷ്ണൻ അത് എഴുതിയേക്കണത് ശരിക്കും ഒരു ഒരു യാഥാർത്ഥ്യമാണ്. അത് ഡിജിറ്റൽ സ്പേസിലുണ്ടെന്നുള്ളതാണ്. അതിൽ മനസ്സിലായില്ലേ? ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഞാനിപ്പോൾ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്യുമ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്ത് ഞാനൊരു പ്രൊജക്ട് മാനേജർ പൊസിഷനിലേക്ക് വന്നു. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാനപ്പോൾ അവിടെ പഠിക്കുവാണ്. ഞാൻ ഒരു ഫെയിലറാണെന്ന് വിചാരിക്കാം ആ പൊസിഷനിൽ. എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല, പക്ഷെ അവിടെ നിന്ന് ഞാൻ കുറെ പഠിച്ചു. ഞാൻ എന്നിട്ട് അതേ പൊസിഷനിൽ ബി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബെറ്റർ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായും വർക്ക് ചെയ്യാൻ പറ്റും. അല്ല, അങ്ങനെ ഒരു പുള്ളിയുടെ തിയറി എന്താണെന്ന് അറിയാമോ? നമ്മളൊരു കമ്പനി പോകണം, പിന്നെ നമ്മൾ അവിടെ പോയി അവിടെ വർക്ക് ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ അടുത്ത കമ്പനിക്ക് വേണ്ടി പഠിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ 4 കമ്പനി കഴിയുമ്പോൾ നമ്മൾ വെക്കണം. ഓക്കെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് ആരാന്നുള്ള സ്ഥലത്ത് മനസ്സിലായി. അതെ, പക്ഷെ അപ്പൊ അങ്ങനെയല്ല ഞാൻ ആ ഉദ്ദേശിച്ചത്. അവിടെ ചെന്നിട്ട് ആ അവിടെ പഠിക്കണം. പഠിച്ചിട്ട് ഈവൻ നമ്മ ഫെയിലർ ആണെങ്കിൽ പോലും നമ്മ അത്രയും പഠിച്ചല്ലോ. ആ പഠിച്ചതിന്റെ ഇമ്പാക്ട്. ഫെയിലിയറിന് കോസ്റ്റ് ഉണ്ട് മാഷേ. ആ എങ്ങനെ എന്ന് വെച്ചാ അതായത് ഇപ്പൊ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ ഇത് ചെയ്യില്ല. അതായത് നിങ്ങളെ തോറ്റവനായിട്ട് ഇത് ചെയ്യും. അപ്പൊ നിങ്ങൾ എത്ര പ്രാവശ്യം നോക്കും? നിങ്ങൾക്ക് സാമൂഹ്യ ജീവിതമല്ലേ, അവിടെ പോവില്ലേ? അല്ലല്ല, ഞാൻ ഫെയിൽ ആയിന്ന് പറഞ്ഞാ എന്ന് വെച്ചാൽ ആ റോളില് എനിക്ക് എന്താ പറയാ, കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു രീതിയിലെ അല്ല, ഫെയിൽ ആയി എന്നുള്ളത്. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലെ കമ്പനികൾ ഒരു കോളേജ് ക്യാമ്പസ് വരെ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ നല്ല മാനേജർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളി എന്നുള്ളത് എല്ലാ ദിവസവും നിൽക്കും. അപ്പൊ കുറെ കഴിയുമ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഈ അടിതടവ് അറിയാവുന്ന ഒരു പാമ്പ് കളി നടത്തും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട് പാമ്പേ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ മാനേജേഴ്സ് പ്രത്യേക രീതിയിലൊക്കെ മാനേജ് ചെയ്യണം. അല്ലാതെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ മാനേജർ ഒരു UST പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിയെ കൊണ്ട് മലയാളം പറയിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നല്ലതായത് ബുദ്ധിമുട്ട്. വെൽ ഗ്രൂംഡ് എടുക്കണം. പുള്ളീനെ ഒന്ന് പൊക്കി പറഞ്ഞതിന് എനിക്ക് കിട്ടിയ ചില ചെവി പൊട്ടിപ്പോയി. ഇവിടെ കിട്ടിയ അപ്പൊ ഈ പ്രോബ്ലം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സക്സസ് അപ്പൊ എന്തിട്ടെന്ന് വെച്ചാൽ അത് എല്ലായിടത്തും ഉണ്ട്. അത് ഞാൻ പറയട്ടെ, കേരളത്തില് ഒരു രീതിയിലാണെങ്കിൽ മറ്റ് സ്റ്റേറ്റില് ഫ്യൂഡലിസം ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി വേറെ ഇതായിരിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് പിന്നെ പ്രോഗ്രാമറെ പ്രൊജക്ട് മാനേജർ ആക്കി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിമോഷനാണ്. ശരത്തേക്ക് എന്താ എന്തായിരുന്നു കേട്ടില്ല. പ്രോഗ്രാമറെ പ്രൊജക്ട് മാനേജർ ആക്കി കഴിഞ്ഞാലേ ഇപ്പൊ ആർക്കിടെക്ട് ആയാലും പല്ല് കൊഴിഞ്ഞ പ്രോഗ്രാമർ എന്നാ മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ ആർക്കിടെക്ട് ആയതുകൊണ്ട് ഇപ്പൊ കമ്പനിയിലെ ആർക്കിടെക്ട് നിങ്ങൾ പുറത്തൊക്കെ പോയി ടെക്നോളജി ഇൻഫ്ലുവൻസർ ആവാനും ബ്ലോഗ് എഴുതാനും ഒക്കെ ശ്രമിച്ചാൽ ഓക്കെ, നിങ്ങൾക്കൊരു സാമൂഹ്യ ജീവിതമൊക്കെ കിട്ടും. അല്ലെങ്കിൽ പോക്കാം. ഞാൻ വേറൊരു ഇത് ചോദിക്കട്ടെ. ഇപ്പൊ എന്നൊരു കമ്പനിയിൽ ഒരു ബന്ധമില്ലാത്തൊരു പൊസിഷൻ, ഇപ്പൊ എന്നെ HR മാറ്റുവാണെന്ന് വിചാരിച്ചോ. HR മാറ്റുവാണെങ്കിൽ എനിക്ക് അബവ് ആവറേജ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അതെ, അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അതൊരു പോയിന്റ് ആണ്. പക്ഷെ അങ്ങനെ നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് എന്നെ ആകസ്മികമായിട്ട് ഒരു കമ്പനി എന്റെ ഒരു സീനിയർ കൺസൾട്ടന്റ് എന്നുള്ള പൊസിഷനിൽ നിന്ന് അവരുടെ ഡിജിറ്റൽ അനിമേഷന്റെ ഹെഡാക്കി. അവിടെയാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാനേജ് ചെയ്തത്. എന്ന് വെച്ചാല് എനിക്ക് അനിമേഷൻ ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് അനിമേഷൻ ലാംഗ്വേജും ഇതൊക്കെ അറിയാം, ഗ്രാഫിക്സ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മെറ്റാതലത്തിൽ അറിയാവുന്നു. എനിക്ക് അവിടെ ഇടപെടാൻ പറ്റിയില്ല. എനിക്ക് ഫേവററ്റ് ടൂൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബോറൊന്നും അടിച്ചൊന്നുമില്ല. കാരണം അതിനാണ് ഞാൻ ചെയ്യേണ്ടത്. ലേൺ സെപ്പറേഷൻ എന്ന് പറയും. എവറിബഡി ഹാസ് ഗോട്ട് പ്രൊപ്പൻസിറ്റി ടു ലേൺ ആൻഡ് ഇംപെരറ്റീവ് ടു ഏൺ. ഇത് രണ്ടും രണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാനുള്ളത് ഞാൻ എന്റെ പേഴ്സണൽ സ്പൈസിൽ പഠിക്കും. എനിക്ക് മറ്റേ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന നോളജ് പ്രോപ്പറായിട്ട് മെന്റൽ അക്കൗണ്ട് ചെയ്തിട്ട് എല്ലാത്തിലും ഒരു ഗുണം ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല.
സി നമ്മളൊക്കെ ഒരു അസംഷൻ നടത്തുന്നത് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴാണ്. അതിപ്പോ ആൽബർട്ട് ഐൻസ്റ്റീനെ ഞാൻ കോട്ട് ചെയ്യാം. അതായത് എ പ്രൊഫഷണൽ വുഡ് കട്ടർ വിൽ ബി ഏബിൾ ടു എൻജോയ് ഫിസിക്സ് ബെറ്റർ ദാൻ എ പ്രൊഫസർ ഹു ഹാസ് ഗോട്ട് അക്കാഡമിക് കമ്മിറ്റ്മെന്റ്സ് ലൈക്ക് സൂപ്പർവൈസിങ് ടെസിസ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ്. മനസ്സിലായില്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ സാർ നോക്കുമ്പോ പറഞ്ഞു. നിങ്ങൾക്ക് പരിജ്ഞാനമില്ലാത്ത ഏരിയയിൽ മാനേജർ ആവാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് യു വിൽ എൻജോയ് ദ മോസ്റ്റ്. ഇൻ റെട്രോസ്പെക്ട് നിങ്ങൾ കാണിച്ച മണ്ടത്തരങ്ങളും നിങ്ങൾ കാണിച്ച ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയുമ്പോൾ ഒരു വളരെ എന്താ പറയാ ഇൻസൈറ്റ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ ലൈഫിൽ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇത് സംഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എന്നെ ലീസ്റ്റ് കോമ്പറ്റൻസ് ഉള്ള സ്ഥലത്ത് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഐ ഹവ് ഡൺ റിയലി വെൽ. എന്ന സ്ഥാനത്ത് എനിക്ക് കോമ്പറ്റൻസ് ഉള്ള ഏരിയയിൽ വരുമ്പോൾ സ്ക്യൂവേജ് ഉണ്ടാവും, ഒരു വലിവുണ്ടാവും. അപ്പോ നിങ്ങളുടെ ഈ പല ആക്ഷൻസും മോട്ടിവേറ്റഡ് ബൈ ദി എലഗൻസ് ഓഫ് ദി ടെക്നോളജി ദാൻ ദ നീഡ് ഓഫ് ദി ആർ. മനസ്സിലായോ? അപ്പോ അത് ഞാൻ തള്ളിക്കളയുന്നു. അല്ല, ഇത് ഇവിടെ നമുക്കൊന്നുകൂടി ഇത് ഇത് ലാല് അറിയില്ല, ലാലിന്റെ പെർസ്പെക്റ്റീവില് ഇത് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് സ്ട്രാറ്റജിക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് വേണം. അതായത് മാനേജ്മെന്റ് മോഡൽസ് എല്ലാം പഠിച്ചിരിക്കണം. നമുക്ക് ഓപ്പറേഷൻസ് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് വേണം, അവരുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ മോഡൽസ് എല്ലാം നമ്മൾ അക്യൂർ ചെയ്തിട്ടുണ്ടാവണം. അത് ടെക്കിയുടെ ബാധ്യതയാണ് കേട്ടോ. അതെ അതെ, അത് അല്ല, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സി വൺ തിങ് വിച്ച് ആക്ച്വലി ഹെൽപ്ഡ് മീ നാവിഗേറ്റിംഗ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശരത്ത് പറഞ്ഞാൽ മതി, ഈ മാനേജ്മെന്റ് ലിങ്കോ വേണം. അതിൽ തന്നെ ഓപ്പറേഷണൽ ആൾക്കാർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, സ്ട്രാറ്റജിക് ആൾക്കാരുടെ ലിങ്കോ എന്താണ്, എഞ്ചിനീയറിംഗ് ലെവലിൽ എന്താണ്, ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് മോഡൽ ലെവലിൽ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ആവറേജ് ഡെവലപ്പർ എങ്ങനെയാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾ കൺസൾട്ടിങ് ചെയ്യാൻ പോകുമ്പോൾ ടെക്നോ ഫങ്ഷണൽ കൺസൾട്ടിങ്ങിൽ എസ്പെഷ്യലി ചിലപ്പോൾ നിങ്ങൾ ഈ ക്ലയന്റിന്റെ പ്രൊമൈസിൽ എത്തുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യണത് അവിടുത്തെ CXO VP ലെയറിലുള്ള ആൾക്കാർക്ക്, പിന്നെ ഡയറക്ടർ ക്ലാസ് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കിടെക്ട്സ് ആയിട്ട്, പിന്നെ അവിടുത്തെ ഡെവലപ്പേഴ്സ് ആയിട്ട്. ഒരു ദിവസം തന്നെ 6ഉം 7ഉം ലെവൽ ഓഫ് ഡിസ്ക്രിഷൻ, വിവേചന തലത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് അക്വയർ അതർ സ്കിൽസ്. മനസ്സിലായില്ലേ? അതിപ്പോ എന്റെ മെറ്റാ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഈ മോഡലിന്റെ പ്രസക്തി വരുന്നത്. ഈ മോഡൽ തന്നെ വേറെ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഉണ്ട്, കൺസെപ്ച്വൽ മോഡൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓണ്ടോളജിക്കൽ ലെവലില് ഇതിനെയൊക്കെ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടെറിട്ടറി നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മിക്ക സ്ഥലത്തും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടറി കാണുന്നുള്ളൂ, മാപ്പില്ല ആൾക്കാരുടെ. അപ്പൊ ഞാനിപ്പോ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് നമുക്ക് നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ഒരു ടെറിട്ടറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു 10-25 തത്വത്തിലോട്ട് ഇതെല്ലാം കൂടി മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പോസിബിൾ. അപ്പൊ അത് മിക്ക ടെക്കുകളും ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് അവര് കയറിയ ജനറേഷന്റെ അടുത്ത് ജയിക്കാത്ത, അടുത്ത ജനറേഷന്റെ അടുത്തും ജയിക്കാത്ത, തേർഡ് ജനറേഷന്റെ മോളിൽ മറ്റേ സ്കിൽ ആൻഡ് റോൾ കളിക്കുന്ന ടെക്കുകളാണ് ഇന്ന് കേരളത്തിൽ വന്നത്. അപ്പൊ എന്തുവെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർക്ക് ടെക്കിലോട്ട് വരാനുള്ള താല്പര്യം പോലും കുറയുന്നുള്ളതാണ്. അപ്പൊ മിക്കവാറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ വയലിൻ റോം ബിയർ റോമൻ ആവാൻ നോക്കുമ്പോ ഈ സ്റ്റാൻഡേർഡ് ഡിപ്പ് ചെയ്യുള്ളൂ, പൊങ്ങൂല. അപ്പൊ അതൊരു ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഈ എസ്തറ്റൈസേഷൻ ഓഫ് പവർ എന്ന് പറയും, അധികാരത്തിന്റെ സൗന്ദര്യവൽക്കരണം. അപ്പൊ മിക്ക മാനേജേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ അധികാരത്തെ അവര് മറ്റേ ഈ ടെക്കികളൊക്കെ തമ്മിൽ തല്ലുപിടിപ്പിക്കുക, പുറത്തൊക്കെ തടവി, ഈ ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ഉണ്ട് അവിടെ. അപ്പൊ ആ ഗെയിം നമ്മുടെ നടക്കില്ല എന്ന് പറയുമ്പോൾ അവര് നമ്മളെ എക്സെപ്ഷൻ ആയിട്ട് ഫ്ലാഗ് ചെയ്തിട്ട് കൺസിഡറേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് പാരയും കിട്ടും. അപ്പൊ ഇതിന് ഒരു ഇതില്ല. ശ്രീത എന്തെങ്കിലും ഉണ്ടായിക്കണ്ടോ? എല്ലാ പ്രശ്നം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു കുറച്ച് കാര്യം. അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഓരോരുത്തർക്ക് ഇപ്പൊ ശ്രീത്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ കോളർ മാനി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ചില കമ്പനിയിലാണെങ്കിൽ ഇന്ന കോളേജിൽ പഠിച്ചാലേ വിലയുള്ളൂ, ഏത് CET-യിലായിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ. ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ നാവിഗേറ്റ് ചെയ്ത് വരുമ്പോഴല്ല. അതിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന ആനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊങ്ങച്ചാണെന്നായിരിക്കും. പിന്നെ അത് ലാസ്റ്റ് ഇനി എന്റെ ഭാവിയിലുള്ള
പൊട്ടൻഷ്യൽ എംപ്ലോയ്മെന്റിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് വലുതും പറയുന്നില്ല. അപ്പൊ ഗുപ്യമായി പറഞ്ഞുതരാം. അപ്പൊ കുറച്ച് അടവ് നയങ്ങളുണ്ട്. അപ്പൊ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും മറ്റേ ലാലെ, അതൊരു സംശയമില്ല. പക്ഷേ യു നോ വാട്ട് യു ആർ ഡീലിംഗ് വിത്ത്. അതിപ്പോ ഞാൻ പറയട്ടെ, ഒരു റീസൺ എന്റെ മെന്ററിംഗില് ഈ ആൾക്കാർക്ക് ഒന്ന് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ള കൺസെപ്ച്വൽ സ്ട്രക്ചേഴ്സ് കൊടുക്കും. പിന്നെ കേസ് സ്റ്റഡീസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഒരു 2 കൊല്ലം മുമ്പ് ഇത് അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ സെൽഫ് പ്രൊട്ടക്ഷൻ നോക്കിയിട്ടുള്ള കൊടുക്കുക എന്നാണ് ഇപ്പൊ, അല്ലെങ്കിൽ പക്കിനിടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല. ആദ്യം C++ പഠിപ്പിച്ചാൽ മതി. അല്ല ആദ്യം C++ പഠിപ്പിച്ചാലൊരു ഗുണം എന്താ അറിയോ, പിന്നെ തല പൊങ്ങൂല്ലോ. മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈഫൽസ് വൈൽ ലൂപ്പ് സെലക്ട് അപ്ഡേറ്റ് ഡിലീറ്റും ഇംഗ്ലീഷ് പറയാൻ അറിയാത്തവരാണ് എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? ഇനിയിപ്പോ ഇത് രണ്ടും അറിയാതെ നിങ്ങൾക്ക് എന്നെ ഏറ്റുമുട്ടാൻ പറ്റൂല കേട്ടോ. അതെ, ഞാനൊരു കണ്ടീഷൻ അങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോ അത് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ പറയും മാത്സ് വേണമെന്ന് പറയും. അപ്പൊ മാത്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും എന്ത് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഒരു ഗെയിമാണെന്നേ, ഒരു ഔട്ട്ഫിറ്റിംഗ് ഗെയിമാണത്. അല്ല അപ്പൊ ഇതിന്റെ ഇടയിലും തെറ്റുമെന്ന് അറിയാമോ? ഇപ്പൊ ഈ IIT പഠിച്ചവരൊക്കെ വട്ടം വരും. അവര് വ്യക്തിപരമായിട്ട് നല്ലവരായിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പൊ അവരെ ഹെവി എഞ്ചിനീയർ എന്നൊക്കെ വിളിച്ച് മറ്റേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലേ, ഈ ഹൗ ഫ്രഞ്ച് ഇന്റലക്ച്വൽസ് റൂയിൻഡ് ദ വേൾഡ് ത്രൂ പോസ്റ്റ് മോഡേണിസം എന്നൊരു വീഡിയോ കണ്ടിരിക്കും. അപ്പൊ വോക്ക് കൾച്ചർ, ഈ പോസ്റ്റ് മോഡേണിസ്റ്റുകളാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. മനസ്സിലായി? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുതരം ഒരു ഗെയിം ഉണ്ട് അവിടെ. മനസ്സിലായില്ലേ? കാര്യം കോംപ്ലക്സ് ആണ്. അങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങളെ ഏതെങ്കിലും ഒരു ഓവർസീസ് ക്ലയന്റ് ആയിട്ട് കോൺഫിഡൻസോടെ സംസാരിച്ച് നിങ്ങളുടെ മാനേജേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഈ അതിഥി ദേവോ ഭവ എന്നൊക്കെ പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ആള് നല്ല ഡെവലപ്പറാണ്, നല്ല ഡെവലപ്മെന്റിൽ നല്ല സ്കില്ലുള്ള ആളാണ്. പക്ഷെ ആൾക്ക് ബിസിനസ് സൈഡിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പുള്ളിക്കത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മ വേറൊരാളെ പിടിച്ചിട്ട്, അതായത് ഈവൻ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് നല്ല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരാളെ പിടിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. കാരണം മറ്റേ നിയോഗം നീയായിരിക്കും. കാരണം ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഈ പല കമ്പനികളിൽ പോകുമ്പോഴേ ഇപ്പൊ എന്റെ പിയേഴ്സിന് ഒരു പ്രഷർ ഫീൽ ചെയ്യും. ഓക്കെ, കാരണം ദേ കാൺ സ്പീക്ക് മൈ ലിംഗോ, അങ്ങനത്തെ കുറെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ജൂനിയറിനെ കാണിക്കും, കണ്ടോ അവനെ കണ്ടുപിടിക്കും, പട്ടി പണിയെടുക്കുന്നവരെ പണിയെടുക്കണം. അതേമാതിരിയുള്ളവർക്കൊക്കെ ഇവിടെ ഒരു സ്ഥാനമില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയേണ്ടി വന്നേ, എനിക്കിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് പറ്റിയതോ എന്റെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഞാൻ എവിടെ കിട്ടിയ പിന്നെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് വേൾഡ് അങ്ങനെയുള്ളവന്റെ മുകളിൽ വെക്കണം എന്ന് തന്നെ പറഞ്ഞു. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ചിലപ്പോ അടിയിൽ അവൻ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഞാൻ ഈ പുസ്തകം വായിക്കുമായിരുന്നെങ്കിലും ഒരു കോമ്പാറ്റ് സ്റ്റൈൽ ആർഗ്യുമെന്റിന്റെ ഒക്കെ പ്രസക്തി എനിക്ക് മനസ്സിലായത് ഇയർ 2000. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പോയി വർക്ക് ചെയ്ത കമ്പനിയിൽ 2 അണ്ണന്മാർക്ക് അവർക്ക് വലിയ ടെക്നോളജി നോളജ് ഇല്ല, പക്ഷെ അവർക്ക് ദേ നോ ഹൗ ടു നാവിഗേറ്റ് പീപ്പിൾ. അധികാരത്തിന്റെ അകത്തളങ്ങളും നാവിഗേറ്റ് ആണ്. അപ്പൊ ഞാൻ അതിലൊരു പെർട്ടിക്കുലർ ആളാണ് ഒരു കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ അവനെ ഒബ്സർവ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ പഠിച്ച പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മീറ്റിംഗ് കുമാരനാണെന്ന്. മീറ്റിംഗ് അത് ഞാൻ ആ കമ്പനി തന്നെ പഠിച്ചത്. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ISO, CMM, മറ്റേ CMMI, QMSI, അങ്ങനെ കുറെ ബോഡീസ് ഉണ്ട് കമ്പനിയിൽ. ഞാൻ അതിൻ്റെ ഉള്ളിൽ എവരി ആൾട്ടർനേറ്റ് ബോഡിയിലൊക്കെ എൻറോൾ ചെയ്ത് ഞാൻ പഠിക്കുക ചെയ്ത് ഇവിടെ. അപ്പൊ എന്തോ മീറ്റിംഗ് കണ്ടക്ട്. അത് പിൽക്കാലത്ത് എനിക്ക് ലാർജ് സെയിൽസ് പ്രപ്പോസലിനൊക്കെ 30-40 പേരുടെയൊക്കെ ടീമൊക്കെ ലീഡ് ചെയ്യേണ്ടി വന്നു. ഒരു പ്രാവശ്യം ഞാൻ 75 പേരുടെ ടീമാണ് ലീഡ് ചെയ്തത്. അതൊക്കെ അതും അപ്പൊ ഇങ്ങനെ 100 കൂട്ടം ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയ ഇപ്പൊ റൈറ്റിംഗ് സ്കില്ല്. അപ്പൊ എന്റെ ഗ്രാമർ തറയാന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, അപ്പൊ എന്റെ ബ്ലോഗിലാകെ 3 എൻട്രിയെ കറക്റ്റ് ഉള്ളൂ. അത് ഞാൻ
ഈ ഗ്രാമർ പൊക്കി കിടക്കുന്ന ഒരുത്തിന് അടിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അവനോട് അവനൊരു 21 പേജ് ലവ് ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് 21 ലൈൻ ലവ് ലെറ്ററിനെ ഞാൻ 4 ലൈനായി. അപ്പൊ അവൻ പറയണേ, ആടാ ഇനിയിപ്പോ ഞാൻ ഗ്രാമർ കറക്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തോളാം. അപ്പൊ ഈ ടൈപ്പ് അണ്ണന്മാരാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ബ്ലോഗ് ചെയ്തപ്പോ കുറെ തേർഡ് പേഴ്സൺ പാസീവ് വോയിസിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി ഇവന്റ്സിനുമായി സംസാരിക്കുമ്പോൾ ലാർജ് ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി. അപ്പൊ അങ്ങനെ ടെക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോ ഒരു എന്താ പറയാ പ്രൊജക്ട് മാനേജ്മെന്റിലെ ടെക്നിക്സ് നമുക്ക് കൊണ്ടുപോയി സാമൂഹ്യ ഇഷ്യൂല് ഇടാം. അവിടെ നിന്ന് കിട്ടുന്ന പരിജ്ഞാനം തിരിച്ച് കോർപ്പറേറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ സോഴ്സ് ഓഫ് നോളജ് നമുക്ക് പലതും ഉണ്ട്. അത് ടാപ്പ് ചെയ്താൽ തന്നെ കുറെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ വെച്ചാൽ സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് ബുക്കിന് കോൺട്രാക്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്റെ കൂടെ ഓതറിനെ വിളിക്കും. ഇപ്പൊ ഞാൻ കമ്പനിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടെ ആൾക്കാരെയും കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് ലീസ്റ്റ് ഫാമിലി ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യും. അല്ല, അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്താലാണ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഒരു ലെങ്തി കരിയർ ഉള്ളൂ. അപ്പൊ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്ന ആളുടെ സോണിൽ നമ്മൾ അവിടെ ഒന്നും അഭിപ്രായം കാണിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ റെഫർ ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ റെഫർ ചെയ്ത ആള് നമുക്ക് ഒരു പരിചയമുള്ള ആളെ ഉപയോഗിച്ചിട്ട് ഞാൻ റെഫർ ചെയ്ത് കൊടുത്തേ. ആ റെഫർ ചെയ്ത അതിന്റെ മെയിൻ ആളുടെ അടുത്തൊക്കെ പോയി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഭയങ്കര പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഓണ്ടർപ്രണർഷിപ്പിലും ഒക്കെ ഈ പ്രോബ്ലം ഉണ്ട്. വണ്ടർമാൻഷിപ്പ് ഇതൊക്കെ കളിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ മിക്ക കമ്പനികളും. പിന്നെ മിക്ക ഓണ്ടർപ്രണേഴ്സും ഈ ഇപ്പൊ ലാല് നേരത്തെ പറഞ്ഞവര് ഞാൻ എന്തോ സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടിയാന്നാ അവരെ തന്നെ വിശ്വസിപ്പിക്കുക. എനിക്കറിയാം ഒരു പുള്ളി ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ദാനം കൊടുക്കും. അപ്പോ പുള്ളി പണിയെടുത്തില്ലെങ്കിൽ ദാനം കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി പുള്ളി പണിയെടുക്കുന്നു എന്നൊക്കെയാണ് മര്യാദ. ചില കമ്പനി പറയും ഞങ്ങൾ 5 ബില്യൺ ലൈവ്സ് ടച്ച് ചെയ്യാന്ന് പറയും. ഇതൊക്കെ ഒരു ഡിവൈസ് ആണ്. എന്താ, ഇൻ ഓർഡർ ടു കീപ് യു മോട്ടിവേറ്റഡ്. അതാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഇതൊരു കോൺസ്പിറസി തിയറി അല്ല, നടക്കുന്നത് ഇങ്ങനെയാണെന്നുള്ള എന്റെ ടേക്കാണ്. ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ആക്ച്വലി ഗെറ്റിംഗ് ഇൻടു ദേ പറഞ്ഞോളൂ. ഐ ആം നോട്ട് ഇൻസിസ്റ്റിംഗ് ദാറ്റ് എനിവൺ ഷുഡ് ലിസൺ ടു മീ ഐദർ. ഒരു സ്കെപ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ കണ്ടാൽ മതി. അപ്പൊ ഐ തിങ്ക് ഈ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള, അതായത് ഞാൻ സമപ്പ് ചെയ്യാം, ഇറ്റ് ഈസ് നല്ല ടെക്കിയായിട്ട് ജീവിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നല്ല ടെക്കിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ശരത്ത് പറഞ്ഞ മാതിരി ഈ നല്ല മാനേജ്മെന്റ് മോഡൽസ്, ഓപ്പറേഷണൽ മോഡൽസ്, പിന്നെ കുറെ ഗെയിം തിയറി, അങ്ങനെ കുറെ ഒരു മോഡേൺ കോർപ്പറേറ്റിൽ വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒരു ടെക്നോളജി പേഴ്സൺ അത് അവന്റെ ടൂൾ കിറ്റിലൊക്കെ എടുത്ത് വെച്ചാലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ സോഷ്യൽ പ്രഷർ വന്നു, ഇപ്പോ തുടങ്ങിയില്ല അതിനൊക്കെ രാഷ്ട്രീയപരമായിട്ട് നേരിടും. അതായത് ഇപ്പൊ ഞാനൊരു സംഭരണമായ ഗുഡ് ഓണ്ടർപ്രണർ ആണെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. ബർഡൻ ഓഫ് പ്രൂഫ് മറ്റിടത്തേക്ക് കൊടുക്കാം. നിങ്ങൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ നടക്കണം, നിങ്ങളുടെ ലൈഫിൽ കുളമാവും. അപ്പൊ ആൾക്കാരുടെ ഇത് പ്രൂവ് ചെയ്യലല്ല പണി. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് സ്റ്റാൻഡ് ഫോം ആൻഡ് ദെൻ ഓക്കെ ക്രിയേറ്റ് പൊളിറ്റിക്കൽ ഡിവൈസസ് ടു ഡിഫെൻഡ് യുവർ ആക്ഷൻ. അതർവൈസ് ഓക്കെ അതേഴ്സ് വിൽ ആക്ച്വലി സക്ക് യു ഇൻടു ദെയർ എൻഡേവർ. അപ്പോ ഒരു ടെക്കി അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് ദോബിക്ക കുത്ത ന ഗർക്ക ന ഗാട്ക എന്ന് പറയും. അയാള് ടെക്കി എല്ലാം ഉണ്ടാവും, മറ്റേത് ഇതാവും. അപ്പൊ ഇതിനൊരു റൂളൊന്നുമില്ല. അപ്പോ ഓണ്ടർപ്രണർഷിപ്പിനേക്കാളും ഐ തിങ്ക് statistically most people are comfortable with technology, focus on it and then try to make a mark there. അത്ര എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.